ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ ഗുരുഭ്യോ നമഃ. ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ച വോ നമഃ. ഓം നമ സഭാഭ്യഃ സഭാപതിഭ്യശ്ച വോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു പരമ്പരകളെ സ്മരിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരം, അനുഷ്ഠാനം, ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇന്നത്തെ ഈ വിഷയം ഒരു ചോദ്യങ്ങൾക്ക് മറുപടി എന്ന രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ജ്യോതിഷവാർത്ത ചാനൽ കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 18 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ മറുപടിയാണ് പറയുന്നത്. ചോദ്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുകയാണ്. ഒന്ന്, ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? 18 പടികളുടെ തത്വം എന്താണ്? മണ്ഡലവ്രതത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുവാൻ പാടില്ല എന്നത് ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ? പേട്ടതുള്ളലിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ട് അയ്യപ്പന്മാർ കറുത്ത വസ്ത്രം ധരിക്കുന്നു? കല്ലിടാംകുന്ന്, ശരംകുത്തിയാൽത്തറ എന്നിവയുടെ പ്രാധാന്യം എന്താണ്? 18-ാം പടി ചവിട്ടി കയറുമ്പോഴുള്ള സങ്കല്പം എന്താണ്? ഭക്തർ എന്താണ് സങ്കല്പിക്കേണ്ടത്? തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? നെയ്യ് അഭിഷേകം ചെയ്തതിന് ശേഷം തേങ്ങാമുറികൾ കത്തിച്ചു കളയുന്നു, അതിൻ്റെ സങ്കല്പം എന്ത്? ഗുരുസ്വാമിയിൽ നിന്ന് മാല സ്വീകരിക്കുന്ന സമയം, ദർശനം കഴിഞ്ഞ് മാല ഊരുന്ന സമയം ഇവ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ശരണം വിളിയുടെ പ്രാധാന്യം എന്താണ്? വാവരുസ്വാമി അഥവാ വാവരുടെ നട എന്നത് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ശബരിമലയിലെ ധ്യാന ശ്ലോകം എന്താണ്? അത് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യമായി മലയ്ക്ക് പോകുന്ന അയ്യപ്പനെ കന്നി അയ്യപ്പൻ എന്ന് വിളിക്കുവാൻ കാരണമെന്താണ്? വ്യത്യസ്തമായ ശാസ്താവിൻ്റെ സങ്കല്പങ്ങൾ ഏതേത് ക്ഷേത്രങ്ങളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ശബരിമല ശാസ്താപ്രതിഷ്ഠയുടെ അന്തസത്ത എന്താണ്? തത്വമസി എന്ന ഉപനിഷത്ത് വാക്യം ശബരിമല ദർശനവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത്രയും ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മറുപടി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ തത്വങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും 4 ഗ്രന്ഥങ്ങളിലാണ്. അയ്യപ്പ ഗീത എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അത് 1962 പ്രകാശനം ചെയ്തത്. അച്യുതാനന്ദജി മഹാരാജ് എഴുതി, ജ്ഞാനാനന്ദ സരസ്വതി വ്യാഖ്യാനിച്ച് ജ്ഞാനാനന്ദാശ്രമം പ്രസിദ്ധീകരണമാണത്. 1946 ശ്രീ ഭൂതനാഥ സർവസ്വം വിദ്വാൻ കുറുമള്ളൂർ നാരായണപിള്ള എഴുതിയ ഗ്രന്ഥമാണ്. 1943 ഈ ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിച്ചത്. 1946 ഏപ്രിൽ 14 പൂർത്തിയായി എന്ന് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1943 മഹാശാസ്തു പൂജാകൽപ്പം, ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്ത്രശാസ്ത്ര വിധിപ്രകാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സവിസ്തരം നിഷ്കർഷയോടെ പ്രസ്താവിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് മഹാശാസ്തു പൂജാകൽപ്പം. അതിൽ ഏകദേശം ഒരു 70ഓളം മന്ത്രങ്ങൾ ഋഷി ഛന്ദസ് ധ്യാനത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യോഗി ബാലദണ്ഡായുധപാണി എന്ന യോഗിവര്യനാണ് ഇത് എഴുതിയത്. 1929 ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം, ഇത് കിളിപ്പാട്ടാണ്. കല്ലറക്കൽ കൃഷ്ണൻ കർത്ത എഴുതിയ ഗ്രന്ഥമാണ്. കാശിയിൽ കേരളീയ സന്യാസിമാരുടെ ആധിപത്യത്തോടുകൂടിയുള്ള ഒരു മഠമുണ്ട്, തിലപാണ്ഡികേശ്വര മഠം. അവിടെയുള്ള യതിവര്യനായിരിക്കുന്ന ശ്രീ നാരായണഗിരി മഹാരാജിൻ്റെ ശിഷ്യൻ
അച്യുതാനന്ദജി മഹാരാജിനോട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഒരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം. അതിനുവേണ്ടി അങ്ങ് കേരളത്തിൽ പോയി ശബരിമലയുടെ ഇതിഹാസം, അതിൻ്റെ രഹസ്യം എന്ത് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ക്ഷേത്രസങ്കല്പത്തോടുകൂടി ഇവിടെ ഒരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം. അതിനുവേണ്ടി ഇദ്ദേഹം കേരളത്തിൽ വന്നു. മുഴുവൻ മനസ്സിലാക്കിയതിനു ശേഷം രചിച്ച ഗ്രന്ഥമാണ് അയ്യപ്പ ഗീത. 365 ശ്ലോകമാണിതിലുള്ളത്. ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ ഉപദേശിക്കുന്ന വിധത്തിൽ ഏകദേശം അതിന് സാമ്യമായി അയ്യപ്പൻ ശബരിയെ ഉപദേശിക്കുന്ന വിധത്തിലാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ആദ്യം ഈ ഗ്രന്ഥം പ്രിന്റ് ചെയ്തത് ബോംബെയിലെ രാജ് പ്രിന്റേഴ്സ്. 1962 1983 2 എഡിഷനുണ്ട്. ഈ ഗ്രന്ഥം 4 ഗ്രന്ഥങ്ങളും നോക്കി അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ആ അയ്യപ്പഗീതയിൽ ആദ്യത്തെ അധ്യായം അയ്യപ്പ ചരിതം, രണ്ടാമത്തതിലാണ് ഗുരുശിഷ്യ രൂപത്തിൽ ശബരിയെ അയ്യപ്പൻ ഉപദേശിക്കുന്നത്. ഗീതോപദേശ സമയത്ത് ഉണ്ടായ സംഭവം, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം സീതന്തി മമ ഗാത്രാണി മുഖഞ്ച പരിശുഷ്യതി. എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല കൃഷ്ണ, എൻ്റെ വില്ല് താഴെ വീഴുന്നു, മുഖം വിളറിപ്പോകുന്നു, ശരീരം വിറയ്ക്കുന്നു. ശിഷ്യസ്തേ ശാധിമാം ത്വാം പ്രപന്നം. എന്നെ ഇപ്പോൾ അങ്ങ് ശിഷ്യനായിട്ട് കണക്കാക്കണം. ഇപ്പോൾ ഞാൻ അങ്ങയെ ഗുരുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ശബരി അയ്യപ്പനോട് പറയുന്നു. ശബരി എന്നത് കാട്ടാള സ്ത്രീ. ശബരൻ എന്ന പുല്ലിംഗപദത്തിൻ്റെ ശ്രീലിംഗമാണ് ശബരി. ശബം രാധി ഇതി ശബരഹ. ശവത്തെ കൊണ്ടു നടക്കുന്നവൻ, ശവത്തെ എടുക്കുന്നവനാണ് ശബരൻ. ശവം രാധി വ ബ, ഇതിന് വ്യത്യാസമില്ല, വബയോ രഭേദ. അതുകൊണ്ട് ശബം രാധി ഇതി ശബരി. ആ കാട്ടാള സ്ത്രീ ഗന്ധർവ രാജകുമാരിയായിരുന്നു. ഗന്ധർവ രാജകുമാരനെ വിവാഹം കഴിച്ചു. അതിനുശേഷം രഹസ്യമായിട്ടുള്ളൊരു കാമുകനുണ്ടായിരുന്നു, അത് കാട്ടാളനായിരുന്നു. ഈ വിവരം ഭർത്താവ് അറിഞ്ഞു, ശബരിയെ ശപിച്ചു. അങ്ങനെ കാട്ടാള സ്ത്രീയായിട്ട് മാറട്ടെ, ശ്രീരാമൻ വരുന്ന സമയത്ത് ശാപമോക്ഷം വരട്ടെ. ഇതാണ്. ഇങ്ങനെ ശബരി മദംഗ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നു. തപശ്ചര്യയോടുകൂടി മഹർഷിയുടെ ശിഷ്യന്മാരുടെ പരികർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ശ്രീരാമൻ വന്ന സമയത്ത് മോക്ഷം കിട്ടും. ശ്രീരാമൻ വന്ന സമയത്ത് പറയുന്നുണ്ട്, തെക്ക് ദിക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പമ്പാ സരസ് കാണാൻ സാധിക്കും. രാമായണത്തിൽ അത് പറയുന്നത് കൊണ്ട് മിക്കവാറും ഈ പമ്പാ സരസ് അതാവാൻ സാധ്യത ഉണ്ട് എന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ശബരിയാണ് എനിക്ക് കർമ്മക്ഷയം എങ്ങനെ സംഭവിക്കുന്നു, വാസനാക്ഷയം എങ്ങനെ സംഭവിക്കുന്നു, മനഃശാന്തി കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അയ്യപ്പൻ്റെ മുമ്പിൽ ശബരി വന്ന് ചോദിക്കുകയാണ്. ഇതാണ് കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേത് സരോജാക്ഷ. അല്ലയോ സരോജാക്ഷ, സരോജം താമര, താമര ഇതൾ പോലെ സുന്ദരനായിരിക്കുന്ന അല്ലയോ അയ്യപ്പ, കർമ്മശാന്തിയും മനഃശാന്തിയും വാസനാക്ഷയവും എങ്ങനെയാണ് സംഭവിക്കുന്നത്? എനിക്ക് മനഃശാന്തിയില്ല. അത് തന്നെയാണ് അവിടെ അർജുനൻ പറഞ്ഞത്, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം വായോരിവസു ദുഷ്കരം. അങ്ങ് ഈ തത്വങ്ങൾ മുഴുവൻ എൻ്റെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മനസ്സ് ചഞ്ചലമാണ്. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, അഭ്യാസേന വൈരാഗ്യേന ചദൃശ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യ ബുദ്ധി കൊണ്ടും നിനക്കത് സാധിക്കും. ഇത് തന്നെയാണ് ശബരിയോട് അയ്യപ്പൻ പറയുന്നത്. ഭക്തിജ്ഞാന വിരാഗേണ വിചാരേണ ച ശോഭനെ അഥവാ ഗുരുസേവയാ. ഭക്തി കൊണ്ട് കർമ്മശാന്തിയും ജ്ഞാനം കൊണ്ട് മനഃശാന്തിയും വൈരാഗ്യം കൊണ്ട് വാസനാക്ഷയവും സംഭവിക്കുന്നു. ഇനി തത്വവിചാരം കൊണ്ടും ഇത് സാധ്യമാകുന്നു ശബരി. ഇനി വേറൊരു വിധത്തിലും ഇത് സാധിക്കും, ഗുരുസേവ കൊണ്ടും സാധിക്കും. ഗുരു ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ ഇത് മൂന്നും സാധിക്കും. തത്വവിചാരം കൊണ്ട്, ഉപനിഷത്ത് തത്വവിചാരം കൊണ്ടും ഇത് മൂന്നും സാധിക്കാൻ പറ്റും. ആഗ്രഹങ്ങളുടെ പുതിയ പുതിയ
പ്രവാഹമാണ് വാസന എന്ന് പറയുന്നത്, കർമ്മവാസന. അത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നവധാ ഭക്തി സങ്കല്പത്തെ പറ്റിയും ശബരിയോട് അയ്യപ്പൻ പറയുന്നുണ്ട്. 18ാമത്തെ അധ്യായത്തിലാണ് ശബരി ചോദിക്കുന്നത്, ഈ 18 പടികളുടെ തത്വം എന്താണ്, രഹസ്യം എന്താണ്? ആ അയ്യപ്പഗീത എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് വേദാന്ത തത്വം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൽ 2 പേരെ ഉപാധികളാക്കിയിരിക്കുകയാണ്, അയ്യപ്പനെയും ശബരിയെയും. ശബരി ചോദിക്കുന്നു, 18 പടികൾ എന്താണ്? അപ്പോഴാണ് അയ്യപ്പൻ പറയുന്നത്, പ്രകൃതി തത്വങ്ങൾ 5 തരത്തിൽ നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നു ശബരി. അത് ആത്മാവ് അറിയുന്നില്ല. 5 കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അത് 3 ശരീരങ്ങളാണ്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇതെല്ലാ മനുഷ്യർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കുമുണ്ട്. ഇതിൻ്റെ മറ്റൊരു പേരാണ് 3 ശരീരം എന്നത്. ഒന്ന് സ്ഥൂല ശരീരം, അത് നമ്മൾ കാണുന്ന ശരീരം. മറ്റത് സൂക്ഷ്മ ശരീരം, അത് അന്ധകരണ വൃത്തിയാണ്. മറ്റൊന്ന് കാരണശരീരം. എന്തുകൊണ്ടാണ് ഈ ശരീരം ഉണ്ടായത്? അതിൻ്റെ കാരണമാണ് കാരണശരീരം. ഇത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബന്ധമായിട്ട് കിടക്കുന്നു. ആദ്യത്തെ 5 കോശങ്ങളിൽ ആദ്യത്തെ അന്നമയ കോശം എന്നതാണ് സ്ഥൂല ശരീരം. പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും കൂടി കൂടിച്ചേരുന്നതാണ് അന്ധകരണവൃത്തിയായിരിക്കുന്ന സൂക്ഷ്മ ശരീരം. ആനന്ദമയ കോശമാണ് കാരണശരീരം. ഇത് അയ്യപ്പൻ ശബരിയോട് പറയുന്നതായിട്ട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തത്വം നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണിത്. സൂക്ഷ്മ ശരീരത്തിന് 17 ഘടകങ്ങളുണ്ട്. ഇത് തത്വപ്രതിബന്ധങ്ങളാണ്. ഈ 17 തത്വങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു ജീവാത്മാവിന് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ 17 എണ്ണം ഏതൊക്കെയാണ്? ആദ്യത്തെ 5 പടികളാണ് പൃഥിവ്യ തേജോ വായു ആകാശ പഞ്ചഭൂതങ്ങൾ. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. പഞ്ചഭൂതങ്ങളും അവയുടെ വൃത്തികളുമാണ് ഈ ആദ്യത്തെ 5 പടികൾ. പിന്നീട് 5 പടികൾ നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളാണ്. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അടുത്ത 5 പടികൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണു മുതലായ, ചെവി മുതലായ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ആദ്യത്തെ 5 പഞ്ചഭൂതങ്ങളാണ്. രണ്ടാമത്തെ 5 കർമ്മേന്ദ്രിയങ്ങളാണ്. പിന്നീടുള്ള 5 എണ്ണം ജ്ഞാനേന്ദ്രിയങ്ങളാണ്. 16, 17 മനസ്സും ബുദ്ധിയുമാണ്. ഇവയും ഇവയുടെ വൃത്തികളും ഈശ്വര ദർശനത്തിന് തടസ്സങ്ങളായി നിൽക്കുന്നു. ഈ 17 കാര്യങ്ങളാണ് അകത്തിരിക്കുന്ന ഈശ്വരനെ കാണാൻ സാധിക്കാതെ വരുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ ഇരിക്കുന്നത് അർജുന ഹൃദയത്തിൻ്റെ അകത്താണ്. ഇത് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല, ബോധിക്കുവാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കാരണങ്ങളാണ് ഈ 17 പടികൾ. ഈ 17 പടികളെയാണ് ശബരി നീ കടന്നു പോകേണ്ടത്. അതിനു വേണ്ടിയാണ് ആ 17 പടികൾ ചവിട്ടിക്കയറേണ്ടത്. 18ാം പടിയാണ് ജീവാത്മാവ്. 17 തടസ്സങ്ങൾ നീങ്ങി 17ാമത്തെ പടി കയറുന്ന സമയത്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത് ത്വമസി. ഉപനിഷത്ത് വാക്യമാണ്. ഈ ഒരു വിഷയം അയ്യപ്പ ഗീതയിലുള്ള വിഷയമാണ് ശ്രീഭൂതനാഥ സർവസ്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് അധ്യക്ഷൻ പറഞ്ഞത്, അയ്യപ്പൻ തിരോധാനം ചെയ്യാൻ പോകുന്ന സമയം രാജാവിനോട് പറയുകയാണ്, അല്ലയോ അച്ഛാ, അച്ഛനാണ് രാജാവ്, എൻ്റെ കർത്തവ്യം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാനിവിടെ നിൽക്കുന്നതല്ല. ഇത് കേട്ട സമയത്ത് പന്തളത്ത് രാജാവ് വിഷമിച്ചു, കരഞ്ഞു. അങ്ങ് വിഷമിക്കേണ്ട, എനിക്കൊരു ക്ഷേത്രം അങ്ങ് പണിയണം. ആ ക്ഷേത്രം പണിയുവാനുള്ള സ്ഥലം ഏതാണ് എന്നറിയുവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നൊരു ബാണം അയക്കുന്നു. ഈ ബാണം ചെന്ന് വീഴുന്ന സ്ഥലത്ത് അങ്ങ് ക്ഷേത്രം പണിയണം. ഇത് അങ്ങയ്ക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങയ്ക്കൊരു ദിവ്യദൃഷ്ടി പ്രദാനം ചെയ്യുന്നു. കൃഷ്ണനും അർജുനന് ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. ദിവ്യം ചക്ഷു പ്രദാമ്യഹം. എൻ്റെ ശരീരം കാണുവാൻ
നിന്റെ മനുഷ്യ ശരീരത്തിലുള്ള കണ്ണുകൊണ്ട് സാധ്യമല്ല അർജുന. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ദിവ്യദൃഷ്ടി നിനക്ക് തരുന്നു. ദിവ്യം ദൃഷ്ടി ദദാമ്യഹം. ഇവിടെ പന്തളത്ത് രാജാവിന് അയ്യപ്പൻ ദിവ്യദൃഷ്ടി കൊടുക്കുന്നു. എൻ്റെ ക്ഷേത്രം എവിടെ പണിയണം എന്ന് കാണുവാൻ വേണ്ടി. അവിടെ എങ്ങനെയാണ് ക്ഷേത്രം പണിയേണ്ടത്? സോപാനാനി കുരുഷ്വാധ. സോപാനാനി കുരുഷ്വ, നീ ചെയ്താലും കുരുഷ്വ, പടികൾ ചെയ്യണം. മത് പൂർവേ അഷ്ടാദശൈവഭോ, കിഴക്കഭിമുഖമായി 18 പടികൾ പണിയണം. പഞ്ചേന്ദ്രിയാണ്യഷ്ടരാഗാൻ വിദ്യാം ഗുണത്രയം. പഞ്ചേന്ദ്രിയാണി, അതിലെ ആദ്യത്തെ 5 പടികൾ 5 കർമ്മേന്ദ്രിയങ്ങളാണ്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, തൊലി. ഇത് ശ്രീഭൂതനാഥ സർവസ്വത്തിൽ പറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് വ്യത്യാസമുണ്ട്, അത് അയ്യപ്പഗീതയിലാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചേന്ദ്രിയാണി അഷ്ടരാഗാൻ, 8 രാഗങ്ങൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ദംഭ് അല്ലെങ്കിൽ ദംഭം, അസൂയ. ഇതാണ് 8 രാഗങ്ങൾ. ഈ രാഗങ്ങളാണ് രണ്ടാമത്തെ പടികൾ. വിദ്യ, അവിദ്യ, 3 ഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. യഹ ത്യാജ്യതേ നിർവശ്രേഷ്ഠ, യാതൊരുവനാണോ ത്യജിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ത്യജിക്കുന്നത്, സ മാം പശ്യതി നിർഗുണം, അവൻ എന്നെ നിർഗുണ സങ്കല്പത്തിൽ കാണാൻ കഴിയുന്നവനാകുന്നു. ഈ 18 കാര്യങ്ങൾ ത്യജിക്കണം. തദ്വത് അഷ്ടാദശാന്യാഥ സോപാനാനി മഹാമതേ. മഹാമതേ, ബുദ്ധിശക്തിയുള്ള അല്ലയോ രാജാവേ, അല്ലയോ അച്ഛാ, ഈ 18 പടികൾ അങ്ങ് ചെയ്യുക. ഈ ഒരു ഉദ്ബോധനമാണ് സംഭവിക്കുന്നത് ഈ 18 പടി കയറി ചെല്ലുന്ന സമയത്ത്. 18 പടികൾ ചവിട്ടി കയറുന്ന സമയത്ത് ഭക്തൻ, ആ മാലയിട്ട അയ്യപ്പനായ ഭക്തൻ, ഈശ്വര ദർശനത്തിന് അർഹത നേടുന്നു. ഇതാണ് ഇതിൻ്റെ രഹസ്യം. ഈശ്വര ദർശനത്തിന് തയ്യാറാകുന്നു. അതിനെ അവന് പക്വത കൈവരുന്നു. 2 ആത്മാക്കളും ഒന്ന് തന്നെ എന്നാണ് അറിയേണ്ടത്. അഹം ബ്രഹ്മാസ്മി തത് തത്വം അസി. ഞാൻ ബ്രഹ്മമാകുന്നു, അത് തന്നെ നീയാകുന്നു. ഒരു ഉപനിഷത്ത് ദർശനമാണ് ശരിക്കും ശബരിമലയുടെ അന്തസത്തയായിട്ട് പറയാൻ സാധിക്കുന്നത്. ഈ 18 എന്ന തത്വം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, 18 മലകൾ, 18 സിദ്ധന്മാർ, കുണ്ടലിനി ശക്തിയുടെ മൊത്തം അക്ഷരസംഖ്യ 18, 18 സ്മൃതികളുണ്ട്, 18 ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, പരിശിഷ്ടങ്ങളുണ്ട്, 18 വിദ്യകളുണ്ട്, വാദ്യങ്ങൾ, 18 അടവുകൾ, മഹാഭാരത പർവം 18, മഹാഭാരത യുദ്ധം നടന്നത് 18 ദിവസം, മഹാഭാരതത്തിൽ മൊത്തം അക്ഷൗഘിണി സംഖ്യ 18, രാജകവികൾ 18, ദ്വീപുകൾ 18, ഉപചാരങ്ങൾ 18, പ്രസിദ്ധമായിരിക്കുന്ന ധാന്യങ്ങൾ 18. ഇനിയും വേറെയും പലതുമുണ്ട്. 18 മലകൾ. പഴയ പേരുകൾ പുതിയ പുസ്തകങ്ങളിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പഴയ പേരുകളാണ് ഞാൻ പറയുന്നത്. ഗോപാറ അഥവാ കാളകെട്ടി, ഇഞ്ചിപ്പാറ അഥവാ അഴുതമല, കരിമല, നീലിമല, പുതുശ്ശേരിമല, ശബരിമല, പൊന്നമ്പലമേട്, ചിറ്റമ്പലമേട്, മയിലാടുംമേട്, തലപ്പാറ, നിലയ്ക്കൽമല, തേവർമല, ശ്രീപാദം മല, ഖൽഗിമല, മതംഗമല, സുന്ദരമല, നാഗമല, ഗൗണ്ടാർമല. ഈ 18 മലകളുടെ ദേവതമാരെയാണ് പടിപൂജ സമയത്ത് തന്ത്രി, ശബരിമല തന്ത്രി രഹസ്യമായ ധ്യാനസങ്കല്പത്വങ്ങളോടുകൂടി അവിടെ പടിപൂജ ചെയ്യുന്നത്. അനവധി രഹസ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇത് മുഴുവൻ നമുക്ക് പരസ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വിഗ്രഹം കാണുന്ന സമയത്ത് ഇത് ഞാനും, ജീവാത്മാവാകുന്ന ഞാനും പരമാത്മാവാകുന്ന അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്ന ബോധമണ്ഡലത്തിലേക്ക് ഒരു ഭക്തൻ പ്രവേശിക്കണം. അതിനു വേണ്ടി 41 ദിവസത്തെ വ്രതമില്ലാതെ സാധ്യമല്ല. വിഗ്രഹം കാണുമ്പോൾ ഒരു സത്യം നമ്മൾ ബോധിക്കുകയാണ്. ആ 18 തത്വ പ്രതിബന്ധങ്ങളായിരിക്കുന്ന പടികൾ ചവിട്ടി കടന്ന് ചെന്ന് മുകളിൽ എഴുതിയിരിക്കുന്ന ആ തത്വമസി എന്ന വാക്യം വായിക്കുന്നു. ഇത് സംസ്കൃത ഭാഷയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ സത്യം ഈ സംസ്കൃത ഭാഷ അറിയാത്ത ഭക്തനായിരിക്കുന്ന അയ്യപ്പൻ അറിയില്ല. എന്നാലും അതൊന്ന് വായിക്കുന്നുണ്ട് അയാൾ. ഏകദേശം ഹിന്ദി അക്ഷരമറിയാം,
അപ്പം അത് തത്വമസി എന്നത് അയാൾ വായിക്കുന്നുണ്ട്. ആ അനുഭവജ്ഞാനം അത് വിഗ്രഹം കാണുന്ന സമയത്ത് ഇത് ഞാനും നീയും ഒന്ന് തന്നെയാണ് എന്ന ഭാവത്തിലേക്ക്, എന്ന ബോധമണ്ഡലത്തിലേക്ക് ആ അയ്യപ്പൻ പ്രവേശിക്കുന്നു. ഇതിനു വേണ്ടിയാണ് 1982 സ്വാമി ചിന്മയാനന്ദജി അവിടെ അത് എഴുതി വയ്ക്കാനായിട്ട് കൽപ്പന ചെയ്തിരിക്കുന്നത്. വളരെ അർത്ഥവത്തായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം അത് ചെയ്തത്. വിഗ്രഹം എന്താണ് നമ്മളോട് പറയുന്നത്? ചീരക്കടമ്പലത്തിലൊരു വിഗ്രഹമുണ്ട്, വൈക്കത്തപ്പൻ്റെ വിഗ്രഹമുണ്ട്, ഗുരുവായൂരുണ്ട്, കാടാമ്പുഴയുണ്ട്, ചോറ്റാനിക്കരയുണ്ട്. എല്ലാ വിഗ്രഹങ്ങളും നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. അവർ മൗനമായിട്ട് പറയുന്നു, അഗാധമായിട്ടാണ് പറയുന്നത്, രഹസ്യമായിട്ടാണ് പറയുന്നത്. വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന ഭക്തനോട് വിഗ്രഹം പറയുകയാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ അകത്തൊരു ചൈതന്യമുണ്ട്, അതിനെ നിങ്ങൾ മനസ്സിലാക്കുക. ഈശ്വര സർവഭൂതാനം ഹൃദയശേ, നിന്റെ ഹൃദയത്തിലൊരു ഈശ്വര ചൈതന്യമുണ്ട്, അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വിഗ്രഹരൂപത്തിൽ ഞാൻ ഇരിക്കുന്നത്. എന്നെ നമസ്കരിക്കുക, എന്നെപ്പറ്റി ചിന്തിക്കുക, അപ്പോൾ മാത്രമേ നിങ്ങളുടെ അകത്തുള്ള ഈശ്വര ചൈതന്യത്തെപ്പറ്റി നിങ്ങൾക്ക് അറിവ് കിട്ടുകയുള്ളൂ. ഇത് അനുഭവജ്ഞാനമാണ്, പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കുന്ന ജ്ഞാനമല്ല. നമ്മിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ അഥവാ സ്വരൂപത്തെ നാം തന്നെയാണ് അന്വേഷിക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് ആ വിഗ്രഹം മൗനമായിട്ട് നമ്മളോട് പറയുന്നത്. വിഗ്രഹദർശനം വഴി ആത്മദർശനത്തിന് പ്രചോദനമുണ്ടാകുന്നു. ഇതാണ് ശബരിമലയിലെ തത്വം. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് മൂന്നും സാധിക്കേണ്ടതാണ് ഈ ജന്മത്തിൽ തന്നെ. ജഗദ്ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയുടെ ആദ്യത്തെ ശ്ലോകം തന്നെ പറയുകയാണ്, ജന്തുനാം നരജന്മ ദുർലഭം. അനവധി പക്ഷി മൃഗാദികളുടെ ജന്മത്തിന് ശേഷമാണ് ഈ ഒരു ജന്മം മനുഷ്യജന്മമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ജന്തുനാം നരജന്മ ദുർലഭം അതഹ പുംസ്ത്വം. സ്ത്രീയും പുരുഷനും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് പുരുഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആചാര്യസ്വാമികൾ. അതെന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ബലികർമ്മം ചെയ്യുവാനുള്ള അധികാരി പുരുഷനാണ്. പുത്തുനാമ നരകാത് പിതരം ത്രായതേ ഇതി പുത്രഃ. ബലികർമ്മം ചെയ്യുവാൻ അധികാരി പുത്രഃ, പൗത്രഃ, പ്രപൗത്രോവാ ഭ്രാതാവാ ഭ്രാതൃസന്തതി. പുത്രാഭാവേതു പുത്രി. പുത്രൻ്റെ അഭാവത്തിൽ മാത്രമേ പുത്രിക്ക് ബലികർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് ആ പുരുഷനായിട്ട് ഈ ജന്മത്തിൽ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറയുകയാണ്, ധർമ്മ ഏവഹി ബോദ്ധവ്യഃ. നിങ്ങൾ ധർമ്മത്തെപ്പറ്റി ആദ്യം ബോധിക്കുക. മന്തവ്യഃ, അതിനെപ്പറ്റി മനനം ചെയ്തുകൊണ്ടേയിരിക്കുക. കർമ്മകോടിഷു, കോടിക്കണക്കിന് കർമ്മങ്ങൾ ധർമ്മം അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനുണ്ട്. ആ ധർമ്മത്തെ ആദ്യം നിങ്ങൾ പഠിക്കുക, അതിനുശേഷം മനനം ചെയ്യുക, അതിനുശേഷം അനുഷ്ഠേയ, നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ പ്രായോഗികമാക്കി അനുഷ്ഠിക്കുക. ഉപദേഷ്ടവ്യ, നിങ്ങളുടെ തലമുറയ്ക്ക്, സന്താന പരമ്പരകൾക്കത് ഉപദേശിച്ചു കൊടുക്കുക. ഇതാണ് ഗുരുദേവൻ പറഞ്ഞ ധർമ്മം. ഈ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് മഹർഷിമാർ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തെയാണ്. ആ രണ്ട് ഗുരുക്കന്മാരും ധർമ്മത്തെപ്പറ്റി വളരെ ബോധവൽക്കരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ധർമ്മം അനുസരിച്ച് ചില വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് കിട്ടും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ലക്ഷ്യം മോക്ഷമാണ്. അതിനുവേണ്ടി ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അയ്യപ്പൻ്റെ കൃത്യനിർവഹണത്തിന് ശേഷം ദുഃഖിതനായി രാജാവ് എൻ്റെ ചൈതന്യം പൂർണ്ണമായും ശബരിമലയിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതായിട്ട് അയ്യപ്പഗീതയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീഭൂതനാഥ സർവസ്വത്തിൽ എൻ്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് തക്കതായ സ്ഥാനം നിർണയിക്കുവാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഞാൻ ശരമയക്കുന്നു. ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. മമ ക്ഷേത്ര രചനാസ്ഥലം ദ്രഷ്ടും ഇച്ഛസി. എൻ്റെ ക്ഷേത്രം പണിയണം എന്ന് ഞാൻ പറഞ്ഞ ആ ക്ഷേത്രം നിർമ്മിക്കേണ്ട സ്ഥലം കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഞ്ചാമി ബാണം ഏകം തു, ഞാനിപ്പോൾ ഒരു ബാണത്തെ മോചിപ്പിക്കുന്നു, ഒരു അസ്ത്രത്തെ അയക്കുന്നു. ശാപാത്, എൻ്റെ ചാപത്തിൽ നിന്നും, വില്ലിൽ നിന്നും ഞാൻ ശാപത്തെ അയക്കുന്നു. ശശികുലോത്തമ, ചന്ദ്രവംശത്തിൽ പിറന്നവനെ, രാജാവേ,
യത്ര സ ഇഷു പതതി, എവിടെയാണോ ആ ഇഷു പതിക്കുന്നത്, ഇഷു അമ്പ്, തത് മധുക്ഷേത്രം ഉത്തമം, അവിടെയാണ് ക്ഷേത്രം പണിയുവാൻ ഉത്തമമായ സ്ഥാനം. രചയസ മഹാഭാഗ തത് ദ്രഷ്ടും ദിവ്യലോചനം. രചയ, രചിക്കുക, അത് കാണുവാൻ വേണ്ടി ദിവ്യലോചനത്തെ ഞാനിപ്പോൾ അങ്ങക്ക് ദാനം ചെയ്യുന്നു. അയ്യപ്പഗീതയിൽ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കണമെന്ന് അയ്യപ്പൻ പറയുന്നുണ്ട്. വർഷം തോറും മാഘമാസ സംക്രാന്തിയിൽ മഹോത്സവം ആചരിക്കണം. ഭക്തന്മാരുടെ ദുഃഖനിവൃത്തി അന്നാണ് വരുന്നത്. നാളികേരം, കൽപ്പൂരം, പുഷ്പം, ദീപം എന്നിവ എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്നു എന്ന് ശബരിയോട് പറയുന്നു. നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്താൽ ഞാൻ വളരെ സന്തുഷ്ടനാകുമെന്ന് പ്രത്യേകം പറയുന്നു. ഘൃതസ്നാനേന സന്തുഷ്ടോ ഭവിഷ്യാമി വിശേഷതഃ. വിശേഷിച്ചും എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് കൊണ്ടുവന്ന് എന്നെ അഭിഷേകം ചെയ്യണം. ഇനി സ്ത്രീകൾ യാതൊരു കാരണവശാലും പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശബരിയോട് അയ്യപ്പൻ പറയുന്നതായിട്ട് അയ്യപ്പഗീതയിൽ 1-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകം പറയുന്നു. ആ ശ്ലോകം ഇതാണ്: ധർമ്മഭ്രഷ്ടാസ്തു യാ നാര്യഃ പാംസുലാഹ ദോഷദൂഷിതാഹ താസാം നൈവാധികാരോസ്തി പ്രവേശേ മമ സന്നിധൗ. ധർമ്മഭ്രഷ്ടാസ്തു യാ നാര്യഃ, ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ടു കൽപ്പിച്ചിരിക്കുന്ന നാരിമാർ, സ്ത്രീകൾ. യാ നാര്യഃ പാംസുലാഹ, ആർത്തവം തുടർന്നുകൊണ്ടേയിരിക്കുന്ന സ്ത്രീകൾ, പാംസുലകൾ, ആർത്തവ അശുദ്ധിയുള്ളവർ, ആർത്തവം നിൽക്കാത്ത സ്ത്രീകൾ, ഏകദേശം 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ. ദോഷദൂഷിതാഹ, കൂടുതൽ ദോഷങ്ങളുള്ള സ്ത്രീകൾ. താസാം നൈവാധികാരോസ്തി, ഇവർക്ക് എൻ്റെ മമ സന്നിധൗ, എൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള അധികാരമില്ല, അല്ലയോ ശബരി എന്ന് അയ്യപ്പൻ പറയുന്നു. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അയ്യപ്പഗീതയിലെ 1-ാമത്തെ അധ്യായത്തിൽ 45-ാം ശ്ലോകമാണ്. മഹാശാസ്തു പൂജാകൽപ്പത്തിൽ വ്യത്യസ്തമായി വേറെ ചില കാര്യങ്ങൾ പറയുന്നു. 9 ആളുകൾ ഇവിടെ വരാൻ പാടില്ല. അംഗഹീനൻ, അംഗവൈകല്യമുള്ള ഒരു ശബരിമലയിലേക്ക് വരാൻ പാടില്ല. മദ്യപാനികൾ വരരുത്. ബന്ധനസ്ഥൻ, ജയിലിൽ അകപ്പെട്ടതിന് ശേഷം ജാമ്യം കിട്ടിയവൻ അങ്ങോട്ട് വരാൻ പാടില്ല. മഹാരോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, വലിയ വലിയ മഹാരോഗമുള്ളവർ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ചണ്ടാളന്മാർ, നായ്ക്കളുടെ ഭക്ഷണം കഴിക്കുന്നവർ, കള്ളന്മാർ, സ്ത്രീകൾക്ക് വശംവദരായവർ, നാസ്തികന്മാർ, സ്ത്രീകൾ എന്നിവരെ എൻ്റെ സന്നിധിയിൽ സ്വീകരിക്കരുത്. ഇത് മഹാശാസ്തു പൂജാകൽപ്പത്തിലാണ് പറയുന്നത്. ആരാണ് വരേണ്ടത് അതും അവിടെ പറയുന്നുണ്ട്. 41 ദിവസം വ്രതമെടുത്ത ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച പുരുഷന്മാരും ഗൃഹസ്ഥാശ്രമികളല്ലാത്ത പുരുഷന്മാരും എൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. പുരുഷാണാം ഗൃഹസ്ഥാനാം ബ്രഹ്മചര്യം ച മണ്ഡലം വിധീയത്തെ പ്രവേശാർത്ഥം ഉത്സവേ മമ ദർശനേ. എൻ്റെ മകരസംക്രാന്തിയിലെ ഉത്സവം കാണുവാൻ വേണ്ടി ആരാണ് വരേണ്ടത്? 41 ദിവസം വ്രതമെടുത്ത ഗൃഹസ്ഥന്മാരായ പുരുഷന്മാരും അല്ലാത്തവർക്കും വരാൻ അധികാരമുണ്ട്. പുണ്യസംക്രമ ദിനം പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നും നമ്മൾ ആചരിക്കുന്നില്ല. പ്രധാനമായും ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ മഹാശാസ്തു പൂജാകൽപ്പത്തിലും ഈ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളൊന്നും പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ സാധ്യമല്ല. പഴയ തലമുറക്കാർ ആചരിച്ചു പോന്നത് ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാനാവുന്നതല്ല. പുണ്യസംക്രമ ദിനേ ദിനമണവു ധ്രുവം മത് ലിംഗദർശനം താത വിശേഷഫലദായകം. ഹേ താത, അല്ലയോ അച്ഛ. പന്തളത്ത് രാജാവിനോട് അയ്യപ്പൻ പറയാണ്, അച്ഛ, മകര പുണ്യസംക്രമദിനെ, മാഘമാസത്തിലെ മകരമാസത്തിൽ ആ സൂര്യൻ സംക്രമിക്കുന്ന ദിവസം, ആ ദിവസം ദിനമണവും, ദിനമണി സൂര്യൻ, ധ്രുവം, ഉറപ്പായിട്ടും മത് ലിംഗദർശനം, എൻ്റെ ലിംഗദർശനം നിങ്ങൾ കാണണം. ഇത് വിശേഷ ഫലദായകമായിരിക്കും. അയ്യപ്പൻ പറയുന്നത് മറ്റുള്ള വൃശ്ചികം 1 മുതൽ ആരും ഇങ്ങോട്ട് വരണ്ട.
41 ദിവസം വ്രതമെടുത്തതിന് ശേഷം മകരം 1-ാം തീയതി മാത്രം നിങ്ങൾ വന്നാൽ മതി. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ശോകം പരിത്യജിക്കാൻ പറയാണ്. അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. അവിടെ വന്നാൽ എന്നെ അച്ഛന് കാണാൻ സാധിക്കും, നമുക്ക് സംസാരിക്കാൻ പറ്റും. അച്ഛനിപ്പോൾ വിഷമിക്കരുത്. സദാഹി ദർശനം പുണ്യം മാഘമാസേ വിശേഷതഃ മയി ഭക്തിം ച ലഭതേ തത ശോകം പരിത്യജ. അതുകൊണ്ട് ശോകത്തെ ഉപേക്ഷിക്കൂ അച്ഛാ, ഞാനവിടെ ഉണ്ടായിരിക്കും. രാജധാനിയിൽ നിന്നും അയ്യപ്പൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം തിരോധാനം ചെയ്തു. ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. വ്രതാനുഷ്ഠാനം മഹത്വം എന്താണ്? ഇങ്ങനെ ഈ തത്വമസയുടെ പൊരുളറിയണമെങ്കിൽ 41 ദിവസം വ്രതമെടുക്കേണ്ടി വരും. ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല. എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ്. സൂര്യോദയത്തിന് മുമ്പ് സ്നാനം, സസ്യാഹാരം മുതലായവ ചെയ്യുന്നത് കൊണ്ട് ശരീരശുദ്ധി കിട്ടുന്നു. ജപം, ഈശ്വരസ്മരണം, സ്വാധ്യായം, ക്ഷേത്രദർശനം മുതലായവ ചെയ്യുന്നത് കൊണ്ട് മനഃശുദ്ധി കിട്ടുന്നു. പൂർവജന്മത്തിലെയും ഈ ജന്മത്തിലെയും കർമ്മവാസന അനുസരിച്ച് അനവധി പാപങ്ങൾ നമ്മൾ അനുഭവിച്ചു തീർക്കുവാനുണ്ട്. ഈ പാപക്കറ കഴുകിക്കളയുവാൻ വ്രതാനുഷ്ഠാനത്തിനെ കൊണ്ട് സാധ്യമാകുന്നു എന്ന് മഹർഷിമാർ അടിവരയിട്ട് പറയുന്നു. തപസ്സിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് വ്രതം. മഹർഷിമാർ തീവ്രമായിരിക്കുന്ന തപസ് ചെയ്ത് നേടിയ കാര്യങ്ങളാണ്. മനുഷ്യർക്ക് ഇങ്ങനെ തപസ് ചെയ്യാനൊന്നും സാധ്യമല്ല. അതിൻ്റെ ഒരു ലഘു പതിപ്പാണ്, ലഘു തപസ്സാണ് 41 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. മണ്ഡലം എന്ന് പറഞ്ഞാൽ 41 ദിവസം എന്നർത്ഥം. രാത്രേഹേ പശ്ചിമേയാമേ മുഹൂർത്തോ ബ്രാഹ്മയുച്യതേ. ആ 41 ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണമെന്ന് പറയുന്നു. ആയുർവേദത്തിൽ പറയുന്നു, ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥഃ രക്ഷാർത്ഥം ആയുഷഃ. സ്വസ്ഥമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത്, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം. രക്ഷാർത്ഥം ആയുഷഃ, ആയുസ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വസ്ഥതയോടുകൂടി, സ്വസ്ഥമായ മാനസികാവസ്ഥയോടുകൂടി നിങ്ങൾ ജീവിക്കണമെങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ബ്രാഹ്മമുഹൂർത്തം എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥകൽപ്പനകളുണ്ട്. സാമാന്യന അർത്ഥം പറയുമ്പോൾ സൂര്യോദയത്തിന് മുമ്പ് 48 മിനിറ്റ് മുമ്പ്. 6 മണിക്ക് ഉദയമാണെങ്കിൽ തൊട്ടുപുറകിലുള്ള 48 മിനിറ്റിന് മുമ്പ് എന്നർത്ഥം. മുഹൂർത്തോ നാഴികാദ്വയം, ജ്യോതിശാസ്ത്രം ഒരു നാഴിക 24 മിനിറ്റ് 48 മിനിറ്റ് മുമ്പ് എന്നർത്ഥം. ആ മണ്ഡലം എന്നതിന് 41, 4 എന്നതിന് രഹസ്യമായി തന്ത്രശാസ്ത്രപ്രകാരവും യോഗശാസ്ത്രപ്രകാരവും വ്യത്യസ്തമായ അർത്ഥകൽപ്പനകളുണ്ട്. 4 എന്നത് അവിടെ വൈഷ്ണവ സങ്കല്പമാണ്, 1 എന്നത് ശൈവസങ്കല്പമാണ്. ശിവൻ്റെയും ഹരിയുടെയും ഹരൻ്റെയും സന്താനമാണ് അയ്യപ്പൻ. ഇവിടെ സ്ത്രീക്ക് പ്രാധാന്യമില്ല. ഒരു ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി ജനിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമാണ്. ഇവിടെ സ്ത്രീയുമായി ബന്ധപ്പെടാതെ 2 പുരുഷ ദേവതമാരുടെ സന്താനമായിട്ടാണ് ഈ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ 2 പേർക്കും തുല്യ പ്രാധാന്യം. 4 എന്നത് വൈഷ്ണവ സങ്കല്പം, വൈഷ്ണവ നാരായണ മന്ത്രം ഇരട്ടസംഖ്യയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഇതൊക്കെ ഇരട്ടസംഖ്യയ്ക്കാണ് പ്രാധാന്യം വന്നിരിക്കുന്നത്. പുരുഷ സൂക്തത്തിൽ പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ഛഭവ്യം അത്യതിഷ്ഠദശാങ്കുലം, 10 അങ്കുലം. അവിടെ ആ 10 ഇരട്ടസംഖ്യയാണ്. പഞ്ചാക്ഷര മന്ത്രമാണ് ശിവൻ്റേത്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ടസംഖ്യയും കൂടി ചേർന്നുകൊണ്ടുള്ള 41 എന്നത് ഒരു വ്യാഖ്യാനം. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് 41-നുള്ളത്. അത് കൂടുതൽ നമ്മൾ അതിൻ്റെ പുറകെ പോകണമെന്നില്ല. എന്തായാലും 41 സൂര്യൻ്റെ 1 വർഷത്തെ ഗതിയും ചന്ദ്രൻ്റെ 1 വർഷത്തെ ഗതിയും തമ്മിലുള്ള വ്യത്യാസം 41. ഇനി മണ്ഡലം എന്നത് വ്യത്യസ്തമായ അർത്ഥകൽപ്പനകൾ മണ്ഡലം എന്ന ശബ്ദത്തിനുണ്ട്. ഏകദേശം 21 അർത്ഥകൽപ്പനയാണ് മണ്ഡലത്തിന്. ഋഗ്വേദം 10 മണ്ഡലമാണ്. നിയോജക മണ്ഡലം, അവിടെ ഒരു മണ്ഡലമുണ്ട്. പൂജ ചെയ്യുന്ന സമയത്ത് പത്മം വരയ്ക്കുന്നത് അതൊരു മണ്ഡലമാണ്. മണ്ഡലേശ്വരൻ 40 യോജന വിസ്തീർണമുള്ള രാജ്യത്തിൻ്റെ അധിപനാണ് മണ്ഡലേശ്വരൻ, അവിടെ മണ്ഡലമുണ്ട്. ആ മണ്ഡലം എന്നത് തൽക്കാലം നമ്മൾ 41 ദിവസം എന്ന് മാത്രം മനസ്സിലാക്കുക. ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് എന്നത് ആയുർവേദത്തിൽ പറഞ്ഞതുപോലെ തന്നെ മനുസ്മൃതിയിൽ പറയുന്നു, ബ്രാഹ്മേ മുഹൂർത്തെ ബുദ്ധിയത ധർമാർത്ഥൗച്ച അനുചിന്തയേത്. നിങ്ങൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ
ബോധിക്കണം, ഉണർന്ന് ബോധിക്കണം. ധർമാർത്ഥൗച അനുചിന്തയത്, ധർമ്മത്തെപ്പറ്റിയും അർത്ഥത്തെപ്പറ്റിയും നിങ്ങൾ ചിന്തിക്കണം. രാവിലെ ഉണർന്നതിന് ശേഷം ധർമ്മത്തെപ്പറ്റി ചിന്തിക്കണം. ആദ്യം ധർമ്മം എന്താണ്, ഇതാണ് ചിന്തിക്കേണ്ടത്. ഉദയത്തിന് 48 മിനിറ്റ് മുമ്പ് എന്ന് സാമാന്യേന അർത്ഥമെടുക്കാം. ഉദയത്തിന് 7:30 വെളുപ്പ് മുമ്പ്, ഇതും ബ്രഹ്മമുഹൂർത്തമാണ്. അത് ഉദയത്തിന് 3 മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന 48 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യോദയം 6 മണിക്കാണെങ്കിൽ വെളുപ്പിന് 3 മണി മുതൽ 3:48 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഇത് ജ്യോതിശാസ്ത്രപ്രകാരം വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ആദ്യമേ പറഞ്ഞു ഉദയത്തിന് മുമ്പ് 48. വ്യത്യസ്തമായ സങ്കല്പം ബ്രഹ്മമുഹൂർത്തം എന്ന പദത്തിന് തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. സൂര്യചന്ദ്രയോഹോ പരിവേഷ, അതാണ് 41. ദേവന്മാരുടെ ഒരു പകലെന്നത് മനുഷ്യരുടെ 6 മാസമാണ്. ഇനി ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 41 ദിവസത്തെ വ്രതം ദേവന്മാരും വ്രതമെടുക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യരുടെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഇവിടെ അർത്ഥമെടുക്കേണ്ടത് 3 മണി മുതൽ 48 മിനിറ്റാണ്. ഇത് മനുഷ്യരുടെ ബ്രഹ്മമുഹൂർത്തമാണെങ്കിൽ അത് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തം എങ്ങനെയാണ് വരേണ്ടത്? അതാണ് വൃശ്ചികം 1 മുതൽ ആചരിക്കുന്നത്. അതെങ്ങനെയാണത്? 365 ദിവസം എന്നത് രാത്രിയും പകലുമാണ് ദേവന്മാർക്ക്. മകരാതി രാശി ഷട്കേ അർക്കേ പ്രോക്തം ജൈവോത്തരായണം. ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു മകരം മുതൽ 6 മാസം, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, ഇത് ഉത്തരായണം എന്ന് പറയുന്നു. തത് ദേവദിവസാഹ തത്ര ദേവകാര്യാഹ പ്രശസ്യതേ, ഇത് ദേവകാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്, ഇത് ദേവദിവസങ്ങളാകുന്നു. തത് ദേവദിവസാഹ തത്ര ദേവകാര്യാഹ പ്രശസ്യതേ, അതിന് പ്രാധാന്യമുണ്ട്, പ്രസിദ്ധിയുണ്ട്. ഈ 6 മാസത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ, നവീകരണ കലശം, അഷ്ടബന്ധ കലശം മുതലായവ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത്. ദക്ഷിണായനത്തിൽ ഇതൊന്നും ചെയ്യാറില്ല. ഇത് ദേവന്മാരുടെ ദിവസങ്ങളാണ്. മനുഷ്യരുടെ 365 ദിവസം, ദേവന്മാർക്ക് ഒരു ദിവസം എന്നത് രാത്രിയും പകലും. അതിൽ ദേവന്മാരുടെ പകലെന്ന് പറയുന്നത് ഈ ഉത്തരായണമാണ്. പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അതിൽ കറുത്തവാവ് ആ ദിവസം നമ്മൾ തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കറുത്തവാവിനും തർപ്പണം ചെയ്യുന്നത് വഴി പിതൃക്കൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന സങ്കല്പം. പിതൃക്കളുടെ ദിവസം വേറെയാണ്, ദേവന്മാരുടെ ദിവസം വേറെയാണ്, മനുഷ്യരുടെ ദിവസം വേറെയാണ്. ഇവിടെ സൂര്യൻ 6 മണിക്ക് ഉദിക്കുന്നു എങ്കിൽ ബ്രഹ്മമുഹൂർത്തം മനുഷ്യരുടേത് 3 മണി മുതൽ 3:48 വരെ. അങ്ങനെയാണെങ്കിൽ ഈ ദേവന്മാരുടെ ഉത്തരായണത്തിൽ ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണ് സംഭവിക്കുന്നത്? പകലിൻ്റെ വൈശിഷ്ട്യം കെടുക്കുന്നത് പകൽ സമയത്തല്ല, രാത്രിയിലാണെന്ന് മനസ്സിലാക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ മനുഷ്യരുടെ ബ്രാഹ്മമുഹൂർത്തത്തിന് തുല്യമായ ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തമാണ് വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള മണ്ഡലകാലം. ഇതിനെ ത്രൈരാശിക പദ്ധതി എന്ന് പറയും. ജ്യോതിശാസ്ത്രത്തിൽ ത്രൈരാശികം ചെയ്തുകൊണ്ട് മനുഷ്യരുടേത് ഇങ്ങനെയാണെങ്കിൽ ദേവന്മാരുടേത് എങ്ങനെയാണ്? ആ 3 മണി 48 മിനിറ്റ് എന്ന് പറയുന്നത് ആ ദിവസങ്ങൾ ത്രൈരാശിക പദ്ധതി അനുസരിച്ച് നോക്കുമ്പോൾ അത് വൃശ്ചികം 1 മുതൽ 41 ദിവസമായിട്ട് വരുന്നു. രാത്രി 4 യാമങ്ങളുണ്ട്. ആദ്യ യാമത്തിൻ്റെ ആദ്യ പകുതി ചേഷ്ടാകാലമാണ്. ഒടുവിലത്തെ യാമത്തിൻ്റെ 2ാം പകുതി പ്രബോധനകാലമാണ്. രണ്ടും കൂടി ഒരു യാമം പകലിന് തുല്യമാക്കി കണക്കാക്കി അതിനെ നീക്കിയതിന് ശേഷമാണ് ത്രിയാമ എന്ന പേര് രാത്രിക്ക് വന്നിരിക്കുന്നത്. യാമം 2 തരത്തിലാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. ഒരു പകലിന് 4 യാമം, രാത്രി 4 യാമം, മൊത്തം 8 യാമം. ഇത് ഒരു പക്ഷം. മറ്റേത് 6 യാമങ്ങളാണ് ഒരു ദിവസവും രാത്രിയും കൊണ്ട് പറയുന്നത്. ശ്രീ, ദുർഗ, പാർവതി, ഗൗരി, ഭദ്രകാളി, സരസ്വതി, ഇങ്ങനെ 6 യാമങ്ങളാണ്. അത് സൂര്യോദയം മുതൽ 6 മണി മുതൽ 4 മണിക്കൂർ ശ്രീയാമം, പിന്നീട് 4 മണിക്കൂർ ശ്രീ, ദുർഗ, പാർവതി, ഗൗരി, ഭദ്രകാളി, സരസ്വതി. ആ സരസ്വതി യാമം തുടങ്ങുന്നത് വെളുപ്പിന് 2 മണി മുതൽ 4 മണിക്കൂർ 6 മണി വരെയാണ്. ആ സരസ്വതി യാമം എന്ന് പറയുന്നതാണ് ബ്രാഹ്മമുഹൂർത്തമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ പത്നിയാണ് സരസ്വതി. ആ സരസ്വതിയുടെ യാമത്തിലാണ് ബ്രാഹ്മമുഹൂർത്തം. ഇവിടെ നമ്മൾ അർത്ഥകൽപ്പന ചെയ്യേണ്ടത് ഈ ബ്രാഹ്മമുഹൂർത്തത്തിനാണ്. 3 മണി മുതൽ 3:48 വരെ എന്നത് ഉദയം കൃത്യമായി 6 മണിക്കാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
അതിനെ ത്രൈരാശികം ചെയ്ത് കൃത്യമാക്കിക്കൊള്ളണം. ഈ സമയത്താണ് ദേവന്മാർ പോലും തപസ് ചെയ്യുന്നത്. ദേവന്മാർ തപസ് ചെയ്യുന്നത് ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തമായിരിക്കുന്ന 41 ദിവസം. ആ ദേവന്മാർ തപസ് ചെയ്യുന്ന സമയത്ത് നമ്മളും തപസ് ചെയ്താലോ ആ ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് കൂടുതലുണ്ടായിരിക്കും. ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ പറയുന്നു, ബ്രഹ്മചര്യത്തെപ്പറ്റി പറയുന്നു. 10ാമത്തെ അധ്യായത്തിലാണെന്ന് പറയുന്നത്. ബ്രഹ്മചര്യാദി വ്രതങ്ങൾ ഇല്ലാതെ മാം, നിങ്ങൾ ബ്രഹ്മചര്യവ്രതം ആചരിക്കാതെ മാം, എന്നെ വന്നു കാണുന്നവർക്കൊന്നുമില്ല ഗുണം. ഒരു ഗുണവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ 4 ദിവസം വ്രതമെടുത്ത് 5ാം ദിവസം കയറിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. എങ്ങനെയാണത്? ആപണയെ നിർധനൻ ചെന്നുങ്ങ് പോലെ ആകുമെന്നുള്ളതും നല്ല പോലെ ഓർക്കണം. ആപണം ചന്ത, മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റിൽ നമ്മൾ പോവുകയാണ്, ഒരു പൈസയും കയ്യിലെടുത്തിട്ടില്ല, പോക്കറ്റ് കാലിയാണ്. ആ മാർക്കറ്റ് മുഴുവൻ നോക്കിയതിന് ശേഷം തിരിച്ചു വന്നു. എന്ത് പ്രയോജനം നമുക്ക് കിട്ടി? ധനമില്ലാതെ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്നത് പോലെയാണ് 41 ദിവസത്തെ വ്രതമില്ലാതെ നിങ്ങൾ എന്നെ കാണാൻ വരുന്നത്. ദയവ് ചെയ്ത് പ്രയോജനമില്ലാത്ത പണി ചെയ്യല്ലേ. പ്രയോജനമില്ലാതെ ഒരു പണിയും നിങ്ങൾ ചെയ്യരുത്. പ്രയോജനം അനുദ്ദിശ്യ മന്ദോപി പ്രവർത്തതേ. പ്രയോജനമില്ലാതെ മണ്ടൻ പോലും പ്രവർത്തിക്കില്ല. നിങ്ങൾ എന്തിനായി വെറുതെ ഇങ്ങനെ മണ്ടന്മാരാവുന്നത്? 41 ദിവസം വ്രതമെടുത്തതിന് ശേഷം മാത്രം എന്നെ വന്ന് കണ്ടാൽ മതി. ഇതാണ് ആ അയ്യപ്പൻ്റെ മനസ്സിലിരിപ്പ്. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷത്രയം വൃതിയായിട്ടിരിക്കണം. കിളിപ്പാട്ടാണത്. അതിൽ പറയാണ് പക്ഷത്രയം. ഒരു പക്ഷം 15 ദിവസം, പക്ഷത്രയം 45 ദിവസം. 45 ദിവസം വൃതിയായിട്ടിരിക്കണം. അഷ്ടവിധമായ മൈഥുനത്യാഗവും പുഷ്ടഭക്തിയായി ചെയ്തു കൊള്ളണം. മത് പ്രിയൻ, എൻ്റെ പ്രിയൻ, എൻ്റെ ഭക്തൻ. എങ്ങനെയാണ്? അഷ്ടവിധമായ മൈഥുനത്യാഗം ചെയ്യണം. 8 വിധത്തിൽ മൈഥുനമുണ്ടെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ ആചരിച്ചു കൊള്ളണം. വീര്യധാരണം ബ്രഹ്മചര്യം എന്നാണ് പറയുന്നത്. ശുക്ലധാതുവിനെ ച്യുതി സംഭവിക്കരുത്. ആ വൃഷണത്തിലിരിക്കുന്ന ശുക്ലത്തെ പുറത്തു കളയാൻ പാടുള്ളതല്ല. അപ്പോൾ വീര്യമുണ്ടാകുന്നു. വീര്യമേവ ബലം, ബലമേവ വീര്യം എന്ന് ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. 8 വിധം മൈഥുനം എന്തെല്ലാമാണ് എന്ന് കഠരുദ്രോപനിഷത്തിൽ പറയുന്നു. 1, സ്ത്രീകളെ കാണുക. മാലയിട്ട അയ്യപ്പന്മാർ സ്ത്രീകളെ കാണാൻ പാടില്ല. പണ്ട് കാലത്ത് കറുത്ത വസ്ത്രം ധരിച്ച ആളുകൾ പോകുന്ന സമയത്ത് സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നടക്കും. ഞങ്ങളെ ആ മാലയിട്ട അയ്യപ്പൻ കാണരുതല്ലോ. 2, സ്പർശിക്കാൻ പാടില്ല, സ്ത്രീകളെ തുടരുത്. 3, സ്ത്രീകളായിട്ട് സംസാരിക്കാൻ പാടില്ല. 4, ഗോപ്യമായ കാര്യങ്ങളിൽ ചിന്തിക്കരുത്. ക്രീഡകളിൽ ഏർപ്പെടരുത്. കാമോദ്ദീപക സങ്കല്പങ്ങളിൽ പെട്ടുപോകരുത്. സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കരുത്. സമാഗമത്തിൽ ഏർപ്പെടരുത്. ഇതാണ് 8 മൈഥുനം. ഇത് ത്യജിക്കണം. ഇവ ത്യജിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? 9 തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത്. ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു, ആയുസ്, തേജസ്, ബലം, വീര്യം, പ്രജ്ഞ, ശ്രീ, യശസ്, പുണ്യം, സത്, സജ്ജന, സംയോഗം. ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. ആയുസ്, തേജസ്, ബലം, വീര്യം, പ്രജ്ഞ, ബുദ്ധിശക്തി, ശ്രീ, ഐശ്വര്യം, യശസ്, കീർത്തി കിട്ടുന്നു, പുണ്യം കിട്ടുന്നു, സത്പ്രിയത്വം, സജ്ജന സംയോഗം കിട്ടുന്നു. വർദ്ധതേ ബ്രഹ്മചര്യ. ഈ ബ്രഹ്മശുദ്ധി കൊണ്ട് ഈ 9 കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇത് ശബരിമലയ ദർശനത്തിന് ഏറ്റവും അത്യാവശ്യമായി പറയുന്നു. സ്ത്രീകളെ സ്പർശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊന്നും പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ്? സ്ത്രീകളെ അഥവാ തൊട്ടുപോയാൽ പഞ്ചഗവ്യാദി ശുദ്ധി വരുത്തി കുളിച്ച് 101 ശരണം വിളിക്കണം. സ്വാമിയേ ശരണമയ്യപ്പ എന്ന് 101 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ത്രീയെ അറിയാതെ തൊട്ടുകഴിഞ്ഞാലോ അറിഞ്ഞു തൊട്ടുകഴിഞ്ഞാലോ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. അയ്യപ്പന്മാരുടെ അനുഷ്ഠാനം മഹാശാസ്തു പൂജാകൽപ്പത്തിൽ പറയുന്നുണ്ട്. മാലയിട്ടാൽ 36 തരത്തിലാണ്, 36 എണ്ണം നിയമങ്ങളാണ് അവിടെ പറയുന്നത്. മാലയിട്ടാൽ മാല ദർശനം കഴിയുന്നത് വരെ ക്ഷൗരം പാടില്ല, മുടിവെട്ടരുത്, താടി വെടിക്കരുത്, നഖം വെട്ടരുത്, എണ്ണ തേച്ച് കുളിക്കരുത്, അഭ്യംഗ സ്നാനം ചെയ്യാൻ പാടുള്ളതല്ല, വെറ്റിലമുറുക്ക്, പുകവലി മുതലായവ പാടില്ല, മദ്യം, മാംസം, 8 തരത്തിലുള്ള മൈഥുനം ഇവ ഒഴിവാക്കണം. കോപം പാടില്ല, അസത്യം പറയരുത്, ഹിംസ പാടില്ല, മരിച്ച കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല, ആരെയും പരിഹസിക്കരുത്, അവിഹിതമായി ധനം സമ്പാദിക്കരുത്, ജാതകർമ്മം, പേരുവിളി മുതലായ കർമ്മങ്ങളിൽ പോകാൻ പാടുള്ളതല്ല, ഭോഗപദാർത്ഥങ്ങളിൽ ആസക്തിയില്ലാതെ
അല്പാഹാരം കഴിച്ചുകൊള്ളണം. അയ്യപ്പൻ തൻ്റെ ആത്മാവാണെന്ന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ഞാനാകുന്ന ജീവാത്മാവും അയ്യപ്പനാകുന്ന പരമാത്മാവും ഒന്ന് തന്നെ എന്ന ധ്യാനത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കേണ്ടത്. മാല ധരിച്ചു കഴിഞ്ഞാൽ യഥാശക്തി ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളണം. ഒരു ഭിക്ഷക്കാരൻ വരുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിടരുത്, എന്തെങ്കിലും കൊടുക്കണം. പരദൂഷണം ചെയ്യാൻ പാടുള്ളതല്ല. 2 സന്ധികളിലും കുളിച്ച് ഭസ്മം ധരിച്ച് ശരണം വിളിക്കണം. നാമജപം, പാട്ടും വിളക്ക്, ദേശവിളക്ക് മുതലായവയിൽ പങ്കെടുക്കാൻ അധികാരമുണ്ട്. സിനിമ, നാടകം മുതലായവയിൽ പങ്കെടുക്കരുത്. ആർത്തവം സംഭവിച്ച സ്ത്രീയെ തൊടുകയോ തീണ്ടുകയോ കാണുകയോ ചെയ്യരുത്. കണ്ടുപോയാൽ പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധി വരുത്തി പ്രായശ്ചിത്തമായി 12 പ്രാവശ്യം ശരണം വിളിക്കണം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊള്ളണം. വ്രതകാലത്ത് ആർക്കും ജാമ്യം കൊടുക്കാൻ പാടുള്ളതല്ല. അധികം ഉറങ്ങരുത്, മടിയനായിരിക്കരുത്, ആരെയും നിന്ദിക്കരുത് എന്നീ 36 അനുഷ്ഠാനങ്ങൾ മാലയിട്ട അയ്യപ്പൻ നിഷ്കർഷയോടെ ആചരിച്ചു കൊള്ളണം എന്ന് മഹാശാസ്ത്ര പൂജാകൽപ്പത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനെയാണ് മലനോൻപ് എന്ന് പറയുന്നത്. ആദ്യമായി പോകുന്ന ഭക്തൻ 41 ദിവസം വ്രതമെടുത്താൽ പോരാ, 51 ദിവസം വ്രതമെടുക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടെയാണ് മാല ധരിക്കേണ്ടത്? സ്വന്തം ഗുരുവിൽ നിന്നും മാല ധരിക്കാം, ഗുരുസ്വാമിയിൽ നിന്നും മാല ധരിക്കാം, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും പുരോഹിതനിൽ നിന്നും മാല ധരിക്കാം. അത് ശനിയാഴ്ചയാണെങ്കിൽ ഉത്തമമാകുന്നു. കൃത്യമായി ഇത് ആചരിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ നോൻപ് മുഴുവൻ ആചരിക്കുകയാണെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആ ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. പേട്ടതുള്ളൽ, അതിൻ്റെ മഹത്വം, അതിൻ്റെ രഹസ്യം എന്താണ്? ഒരു ആചാരം അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമോ ഐതിഹ്യമോ ഉണ്ടായിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. വളരെ പഴക്കം ചെന്ന ആചാരമായിരിക്കും. പൂജാകൽപ്പത്തിൽ പറയുന്നു, മഹാശാസ്തു പൂജാകൽപ്പത്തിൻ്റെ മറ്റൊരു പേരാണ് പൂജാകൽപ്പം. പൂജാകൽപ്പം എന്ന് പറയുമ്പോഴും അത് മഹാശാസ്തു പൂജാകൽപ്പം എന്ന ഗ്രന്ഥത്തെയാണ് പറയുന്നത്. പൂജാകൽപ്പത്തിൽ പറയുന്നുണ്ട്, ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്ത് എറിഞ്ഞു. ദേവലോകത്ത് മഹിഷിയുമായി യുദ്ധം ചെയ്തു. കഥയാണ്. ദയവ് ചെയ്ത് കഥയുടെ പുറകെ പോകരുത്. അവിടെ വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. 12 സ്കന്ധം 3-ാം അധ്യായം 14-ാമത്തെ ശ്ലോകത്തിൽ, അല്ലയോ പരീക്ഷിത് രാജാവേ, അനവധി രാജാക്കന്മാരുടെ കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്. വ്യാസമഹർഷി ശ്രീശുക ബ്രഹ്മർഷിയെ കൊണ്ട് പരീക്ഷിത് രാജാവിന് മുമ്പിൽ പറയുകയാണ്, കഥായിമാസ്തേ കഥിതാമഹീയസാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. എൻ്റെ വാഗ്വൈഭവം അങ്ങയ്ക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ മുഴുവൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് രാജാവേ, ഈ കഥകൾ പരമാർത്ഥങ്ങളായിരിക്കുന്ന കഥകളല്ല. ഈ രാജാക്കന്മാരുടെ കഥകൾ മുഴുവനും ഒരു തട്ടിപ്പ് കഥകളായിരുന്നു. ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല. കഥയുടെ പുറകെ പോകരുത്. ഇത് തന്നെയാണ് നമ്മളോടും വ്യാസമഹർഷി പറയുന്നത്. ദേവലോകത്തുണ്ടായ യുദ്ധം, ഇതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അതിൻ്റെ പുറകെ നമ്മൾ പോകരുത്. കഥയുടെ പുറകെ പോയാൽ നമ്മളുടെ കഥ കഴിക്കും. ആര്? ആ കഥകൾ നമ്മുടെ കഥ കഴിക്കും. അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോകരുത്. കഥയുടെ പുറകിൽ ഒരു സത്യമുണ്ടായിരിക്കും, ഒരു തത്വമുണ്ടായിരിക്കും, ഒരു സന്ദേശമുണ്ടായിരിക്കും. അതിനെ ഉൾക്കൊള്ളുക. അതിനുവേണ്ടിയാണ് ഈ കഥകൾ അവർ പറഞ്ഞിരിക്കുന്നത്. പൂജാകൽപ്പത്തിൽ പറയുന്നു, ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്ത് എറിഞ്ഞു. ആ ശരീരം വീണ സ്ഥലമാണ്. ആ ശരീരം വീണ സ്ഥലത്ത് ഭഗവാനും വന്ന് ചാടി. ആ സ്ഥലത്തിൻ്റെ പേരാണ് എരുമേലിൽ. എരുമയുടെ മേലിൽ ഭഗവാൻ വീണതുകൊണ്ടാണ് എരുമേലി എന്ന സ്ഥലമുണ്ടായത്. പേട്ടതുള്ളുന്നതിന് മുമ്പിൽ കാട്ടാളവേഷം ധരിക്കണം, കരിയും മഞ്ഞളും കൊണ്ട് പുള്ളി കുത്തണം, ശരക്കോല് കയ്യിലെടുക്കണം, വനം ചവിട്ടുവാനുള്ള ശുദ്ധി കൈവരുന്നു എന്നാണ് സങ്കല്പം. ആ പേട്ടതുള്ളുന്ന സമയത്ത് ഇവിടെയെല്ലാം വികൃതമായി വേഷം ധരിച്ചു, കാട്ടാളന്മാരുടെ വേഷം ധരിച്ചു, മുടിയിൽ എന്തൊക്കെയോ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ശരക്കോല് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, പുള്ളികളൊക്കെ വരച്ച് വികൃതമായ ശരീരത്തോടുകൂടിയാണ് പേട്ടതുള്ളുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ഇനി അങ്ങോട്ടുള്ള യാത്ര കാട്ടിൽ കൂടിയാണ്. വനത്തിലുള്ള മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുകയില്ല. ഈ കാട്ടാളവേഷം ധരിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഭക്തനെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയില്ല. ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു പുലി ഒരു അയ്യപ്പനെ കടിച്ചു കീറി ചോര കുടിച്ചു. ഈ ഒരു വാർത്ത കേട്ടതായിട്ട് എനിക്കറിവില്ല. ഇനി നിങ്ങൾക്കറിവുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഭക്തൻ്റെ അഹങ്കാരം നശിക്കുകയാണ്.
അതോടുകൂടി അവൻ്റെ കുണ്ടലിനി ശക്തി ഉദ്ധരിക്കുന്നു എന്നാണ് സങ്കല്പം. പേട്ട തുള്ളുന്ന സമയത്ത്, ഞാൻ പേട്ട തുള്ളാൻ പോയ സമയത്ത് എൻ്റെ ഇടത്ത് ഭാഗത്തൊരു ജഡ്ജിയായിരുന്നു, എൻ്റെ വലത്ത് ഭാഗത്തൊരു പ്രസിദ്ധനായിരിക്കുന്ന ഡോക്ടറായിരുന്നു, എൻ്റെ മുമ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, എൻ്റെ പുറയിൽ ഒരു തന്ത്രിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് പേട്ട തുള്ളുന്നത്. ഈ സമയത്ത് ഇവിടെ ജഡ്ജില്ല, ഡോക്ടറില്ല, എല്ലാവരും ഭക്തന്മാരാണ്. ഒരു ഐക്യ സ്വഭാവത്തോടു കൂടിയാണ് ഞങ്ങളാകുന്ന അയ്യപ്പന്മാർ മുകളിലേക്ക് പോകുന്നത്. ജഡ്ജിയെ ഇവിടെ ബഹുമാനിക്കാൻ പറ്റില്ല. ജഡ്ജിയുടെ കൂടെ പോലീസുകാരില്ല, വൈദ്യരുടെ കൂടെ വൈദ്യൻ്റെ ഹെൽപ്പർ നേഴ്സുമാരില്ല. എല്ലാവരും സമഭാവനയോടുകൂടി ആണ് പേട്ടതുള്ളൽ മുതൽ 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുന്നത് പേട്ടതുള്ളുന്ന ആ സമയം വരെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നതാണ് പേട്ടതുള്ളൽ മുതൽ മലയിലേക്കുള്ള യാത്ര. ആ വാദ്യഘോഷ ലഹരിയിൽ ഭക്തൻ എന്താണ് പറയുന്നത്? അവൻ്റെ കുണ്ടലിനി ശക്തി ഉണരുന്നുണ്ട്. ഇത് അവൻ അറിയുന്നില്ല. പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് എന്താണ്? അയ്യപ്പ, നിന്റെ അകത്തൊരു ഓങ്കാരമുണ്ട്. ഭഗവാനായ അയ്യപ്പ, നിന്റെ അകത്തൊരു ഓങ്കാരമുണ്ട്. മാലയിട്ട സ്വാമിയായിരിക്കുന്ന ഈ അയ്യപ്പൻ്റെ ഉള്ളിൽ ഒരു ഓങ്കാരമുണ്ട്. അയ്യപ്പ നിന്റെ അകത്തോം, സ്വാമി എൻ്റെ അകത്തോം. ഇത് പറഞ്ഞ് വികൃതമായതാണ്. അയ്യപ്പൻ തിന്തകത്തോം, സ്വാമി തിന്തകത്തോം. നിന്റെ അകത്തും എൻ്റെ അകത്തിരിക്കുന്ന ഓങ്കാരം ഒന്ന് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയ്യപ്പ. അതാണ് സങ്കല്പം. അപ്പോൾ ആ സമയം മുതൽ ജീവാത്മ പരമാത്മ ഐക്യം സംഭവിച്ചു തുടങ്ങുന്നു. ഈ സമയത്ത് എന്താണ് അവിടെ അയ്യപ്പന്, ആ ഭക്തനായിരിക്കുന്ന അയ്യപ്പന് സംഭവിക്കുന്നത്? പേട്ടതുള്ളൽ എന്ന ആചാരത്തോടു കൂടിയാണ് തത്വമസി എന്ന ആ ലക്ഷ്യപ്രാപ്തിയുടെ ആദ്യത്തെ ചവിട്ടുപടി കയറാൻ പോകുന്നത്. അവിടെ ഒരു വൈബ്രേഷനാണ് സംഭവിക്കുന്നത്. കറുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആ മാലയിട്ടത് മുതൽ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. കറുത്ത വസ്ത്രം ഒരു സ്ഥലത്തും ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രം വിധിക്കുന്നുണ്ട്. നീലവസ്ത്രം ത്യാജ്യം എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. ഒരു മംഗളകർമ്മത്തിനും കറുത്ത വസ്ത്രം ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് മരിച്ച വീട്ടിൽ പോകുമ്പോൾ കറുത്ത വസ്ത്രം ഉപയോഗിച്ച് പോകാൻ പാടില്ല എന്നതാണ് നിയമം. കറുത്ത വസ്ത്രത്തിന് ആകിരണ ശക്തി കൂടുതലാണ്. എനർജൈസേഷൻ, എനർജി കൂടുതൽ വലിച്ചെടുക്കുവാനുള്ള ആകിരണ ശക്തി കറുത്ത വസ്ത്രത്തിനുണ്ട്. വെളുത്ത വസ്ത്രത്തിൻ്റെ റിഫ്ലക്ഷനാണ് വരുന്നത്. ആ ശക്തിയെ പുറത്തേക്ക് വിടുന്നതാണ് വെളുത്ത നിറം. തുല്യമായ 2 വസ്തുക്കളെടുത്ത് തുല്യമായ കമ്പനിയുടെ 2 പെയിന്റ്, ഒരു കറുത്ത പെയിന്റും ഒരു വെളുത്ത പെയിന്റും രണ്ടിലും അടിച്ചു. ആദ്യം ഉണങ്ങുന്നത് കറുത്ത പെയിന്റായിരിക്കും. കറുത്ത നിറമുള്ള പശുവിൻ്റെ പാലിന് ഗുണം കൂടും. ആ സൂര്യരശ്മി മുഴുവൻ കറുത്ത പശു വലിച്ചെടുക്കുന്നുണ്ട്. വെളുത്ത പശുവിന് അത്രയും ഗുണം കിട്ടുന്നില്ല. കറുത്ത വസ്ത്രം ആത്മാഭിമാനമുണ്ടാകാതിരിക്കുന്നു. മറ്റു ആഗ്രഹങ്ങളൊന്നും തന്നെ കറുത്ത വസ്ത്രക്കാർക്ക് സംഭവിക്കുന്നില്ല. ദേഹാഭിമാനമോ മറ്റു താല്പര്യങ്ങളോ വരാനുള്ള സാധ്യത കുറയുന്നു. ഭൗതിക ജീവിതത്തോട് വിരക്തി വരുത്തുവാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറം കറുത്ത നിറമാണ്. മാലയിട്ട് കഴിഞ്ഞാൽ ഭൗതിക സുഖമില്ല. അതുകൊണ്ട് കറുത്ത വസ്ത്രം തന്നെ ധരിക്കണം. വ്യത്യസ്തമായ ഊർജവത്കരണമാണ് ആ പേട്ടത്തുള്ളലിൽ സംഭവിക്കുന്നത്. അവിടെ കറുത്ത വസ്ത്രം ധരിച്ചതിന് ശേഷം ശരണം വിളി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരണം എന്ന പദത്തിനൊരു ആന്തരികാർത്ഥമുണ്ട്. അവിടെ ഒരു എനർജൈസേഷൻ വരുന്നുണ്ട്. അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, ഏരിയൽ എനർജൈസേഷൻ. ആ പ്രകൃതി ശുദ്ധമായി ആ വിളിയിൽ കൂടി ഒരു എനർജി കറുത്ത വസ്ത്രത്തിൽ കൂടി ആ മനുഷ്യ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നു. പേട്ടതുള്ളുന്ന സമയത്ത് ആ ചെണ്ട കൊട്ടിയിട്ട് ബഹളമാണ് അവിടെ. ഈ ബഹള സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് പേട്ടത്തുള്ളിയ ആളുകളോട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പേട്ടത്തുള്ളാത്തവർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഇവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ സമയത്ത് സൗണ്ട് എനർജൈസേഷൻ വരുന്നുണ്ട് അവിടെ. ആ സൗണ്ട് എനർജിയിൽ നിന്നും ഒരു ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നു. അവിടെ കൽപ്പൂരം കത്തിക്കുന്നുണ്ട്. ലൈറ്റ് എനർജൈസേഷൻ, തെർമൽ എനർജൈസേഷൻ വരുന്നുണ്ട്. ചെരുപ്പിടാതെയാണ് പേട്ടതുള്ളുന്നത്. ജിയോ തെർമൽ എനർജൈസേഷൻ ആ കാൽപാദത്തിൽ കൂടി മുകളിലേക്ക് കയറുന്നുണ്ട്. ഇത്രയും ഊർജവത്കരണം എനിക്ക് കിട്ടിയാൽ മാത്രമേ ആ മലമുകളിലേക്ക് എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി സെക്കൻഡ് സ്റ്റെപ്പാകുന്ന പേട്ടതുള്ളൽ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. വാദ്യം സൗണ്ട് എനർജിയാണ്, കർപ്പൂരം തെർമൽ എനർജിയാണ്, ഹീറ്റ് എനർജിയാണ്, ലൈറ്റ് എനർജിയാണ്. ഈ എല്ലാ എനർജികളും ഞാൻ സംഭരിച്ചു കൊണ്ടാണ് പോകുന്നത്.
ആ മരിച്ച വീട്ടിൽ പോകാൻ കറുത്ത വസ്ത്രം പാടില്ല എന്ന് പറയുന്നത് ശവശരീരം കിടക്കുന്ന പരിസരം മുഴുവൻ നെഗറ്റീവ് എനർജിയാണ്. ഇത് കറുത്ത വസ്ത്രം ധരിച്ച് ചെല്ലുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറും. അതുകൊണ്ട് കഴിയുന്നതും വെളുത്ത വസ്ത്രം ധരിച്ചിട്ടേ മരിച്ച വീട്ടിൽ പോകാൻ പാടുള്ളൂ. കല്ലിടാങ്കുന്ന് മഹിഷിയുടെ ശവക്കല്ലറ തീർത്തത് അഴുതമേട്ടിലാണെന്ന് പറയപ്പെടുന്നു. അവിടെയാണ് കല്ലിടാങ്കുന്ന് എന്ന സ്ഥലം. മഹിഷിയുടെ ദേഹം സംസ്കരിച്ച ഈ സ്ഥാനത്ത് എപ്പോഴും കൃത്തികമാർ എന്ന ദേവതമാർ വാസം ചെയ്യുന്നുണ്ട് എന്ന് പൂജാകൽപ്പത്തിൽ പറയുന്നു. അവർക്ക് ആഹാരത്തിന് വേണ്ടി പരമശിവൻ കൽപ്പിച്ചതാണ് പാഷാണം. കല്ല് എന്ന് പറയുന്നത് ആ കൃത്തിക എന്ന ദേവതയുടെ ഭക്ഷണമാണ്, ആഹാരമാണ്. അതിനുവേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ്. അഥവാ കല്ലിൻ കഷ്ണം അഥവാ പാഷാണം. അതുകൊണ്ട് അവിടെ കല്ലിട്ട് തൊഴുതു പോകണം എന്നതാണ് അവിടത്തെ ആചാരം. ആ കൃത്തിക എന്ന ദേവതമാർക്ക് പാൽപ്പായസം നിവേദ്യം വേണ്ട, ശർക്കര പായസം വേണ്ട, കൂട്ടുപായസം ഒന്നും വേണ്ട, കദളിപ്പഴമല്ല, കല്ലിൻ്റെ കഷ്ണമാണ്. അതാണ് അവിടത്തെ ആചാരം. ആ ആചാരം അവിടെ അനുസരിക്കുക. അതിന് പ്രത്യേക മന്ത്രമുണ്ട്. പിപ്പലാത സമുത്പന്നേ കൃത്യേ ലോകഭയങ്കരി പാഷാണം തേ മയാദത്തം ആഹാരാർത്ഥം പ്രകൽപ്പിതം. പരമശിവൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണത്. ഈ ആചാരം നമ്മൾ അറിയുന്നില്ല, ഈ മന്ത്രം നമ്മൾക്ക് അറിയുന്നില്ല. ഈ മന്ത്രം നമ്മൾ അറിയാതെ, ഈ മന്ത്രത്തിലും വലിയ മന്ത്രമാണ് സ്വാമിയേ ശരണമയ്യപ്പ. അതിൻ്റെ മഹത്വം നമുക്ക് പറയാൻ പോകുന്നുണ്ട്. ഈ എല്ലാ സ്ഥലത്തും മന്ത്രം ഉപയോഗിക്കണം. ഇതൊന്നും സാധാരണ ഭക്തൻ ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ഭക്തൻ ഉപയോഗിക്കേണ്ട മന്ത്രമാണ് സ്വാമിയേ ശരണമയ്യപ്പ. ശരംകുത്തിയാൽത്തറ വനത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകളിൽ 7-8 കോട്ടകളുണ്ട്. ഈ ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് അതിൽ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ശരംകുത്തിയാൽത്തറ. അവിടെ അസ്ത്രഭൈരവൻ എന്ന ദേവത വസിക്കുന്നു. അസ്ത്രഭൈരവൻ പൂജാകൽപ്പത്തിൽ പറഞ്ഞിരിക്കുന്നതാണത്. ആ അസ്ത്രഭൈരവൻ എന്ന ദേവതയ്ക്ക് വേണ്ടത് പായസമല്ല, ശരമാണ് വേണ്ടത്. എന്തുമാത്രം ശരം നിങ്ങളെനിക്ക് തരുന്നുവോ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിരിക്കുന്ന ദേവതയാണ് അസ്ത്രഭൈരവൻ. അതെവിടെയാണ് ഇരിക്കുന്നത്? ശരംകുത്തിയാൽ തറയിൽ വാസം ചെയ്യുന്നു. ചൈതന്യവത്തായിട്ടിരിക്കുന്നുണ്ട് അവിടെ. ഇവിടെ ഗദ, ശരം മുതലായവയാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. നാളികേരം ഉടയ്ക്കണം. അവിടെ നാളികേരം ഉടയ്ക്കണമെന്ന് നിയമമുണ്ട്. കർപ്പൂരം കത്തിക്കണം. ഇതിന് ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യത്തിൻ്റെ പുറകെ നമ്മൾ എല്ലാത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. 18 പടികളുടെ ധ്യാനം. 18 പടികൾ കയറുന്ന സമയത്ത് തൃപ്പടി ധ്യാനം പറയുന്നു. ഇതൊന്നും സാധാരണ ഭക്തൻ അറിയില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? അവൻ അവിടെ സ്വാമിയേ ശരണമയ്യപ്പ, അവൻ്റെ മന്ത്രം മാത്രം അവൻ ഉച്ചരിച്ചാൽ മതി. 18 മഹാസാരങ്ങൾ അടങ്ങിയതും ശാസ്താവിനെ ദർശിക്കാൻ സഹായകമായതും ശുദ്ധവും ഉത്കൃഷ്ടവുമായ സന്നിധാനത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഈ മന്ത്രം ചൊല്ലി വേണം ആ 18 പടി കയറുവാനായിട്ട്. ഇതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവർക്കറിയുന്നില്ല. അവർക്കറിയണ്ടേ? നിർബന്ധമില്ല. ശരണം വിളിച്ചാൽ മാത്രം മതി. 18 മഹാസാരം ശാസ്ത്രദർശനദായകം വിദിതം ശുദ്ധം ഉത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം. അഹം നമാമി, ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ കൂടെ 16 പേരുണ്ടെങ്കിലും ഈ 16 അയ്യപ്പന്മാരും ഈ മന്ത്രം ചൊല്ലിക്കൊള്ളണം. ഇതാണ് നിയമം. ഇത് ആർക്കും അറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തൃപ്പടിയിൽ ഇടതുകാൽ വെച്ച് കയറാൻ പാടില്ല. ആദ്യപടി ഇടതുകാൽ വെച്ച് ചവിട്ടരുത്, വലതുകാലായിരിക്കണം. പുറം തിരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല. 18 പടിക്ക് 2 ദേവതാസങ്കല്പങ്ങളുണ്ട്. ഇടത്ത് ഭാഗത്തൊരു ദേവതയുണ്ട്, വലത്ത് ഭാഗത്തൊരു ദേവതയുണ്ട്. ആ ഇടത്ത് ഭാഗത്തുള്ള ദേവതയാണ് സത്യദേവത, വലത്ത് ഭാഗത്തുള്ള ദേവതയാണ് ധർമ്മദേവത. 2 ദേവതമാരെ 2 വശങ്ങളിലും സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. തന്ത്രി പൂജ ചെയ്യുന്ന സമയത്ത്, തൃപ്പടി പൂജ ചെയ്യുന്ന സമയത്ത് ഈ 2 ദേവതമാരും അവിടെ സങ്കല്പിച്ച് പ്രത്യേകം മന്ത്രങ്ങളെ കൊണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട്. 2 പേർക്കും പ്രത്യേകം ഋഷി, ഛന്ദസ്, ദേവതാസങ്കല്പങ്ങളുണ്ട്. ഇവിടെയാണ് ഋഷി, ഇതാണ് ഛന്ദസ്, ഇവിടെയാണ് ദേവത. ഈ ഋഷി ഛന്ദസ് ധ്യാനത്തോടു കൂടിയാണ് ഇടത് ഭാഗത്തുള്ള സത്യദേവതയെ പൂജിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്, അവിടെ പൂജ ചെയ്യേണ്ടത്, ഉപചാരം ചെയ്യേണ്ടത്. എന്താണ് മന്ത്രം? മഹാശാസ്ത്ര പരദേവതയെ ധർമ്മസ്വരൂപായ അഷ്ടാധിഭായ സ്വാഹ. ഇതാണ് ആ ധർമ്മസ്വരൂപം. ധർമ്മം എന്ന് പറയുന്ന ദേവതയ്ക്ക് ചെയ്യേണ്ട മന്ത്രമാണ്. ധർമ്മദേവതയുടെ മന്ത്രം മഹാശാസ്ത്ര പരദേവതയെ ധർമ്മസ്വരൂപായ അഷ്ടാദശാധിപായ സ്വാഹ. 8 ദിക്കിൻ്റെയും ആധിപത്യം ഉള്ള ദേവതയാണ് ആ ധർമ്മദേവത. ആ ധർമ്മദേവതയ്ക്ക് പ്രത്യേകം ഋഷി ഛന്ദസ് ധ്യാനമുള്ളതുപോലെ തന്നെ സത്യദേവതയ്ക്ക് പ്രത്യേകം ധ്യാനം ആ മറുവശത്ത് പറയുന്നുണ്ട്. തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? തൃപ്പടി ചവിട്ടിക്കയറിയ സമയത്ത് ഭക്തനായ അയ്യപ്പനുണ്ടായ മാനസിക ബോധതലമുണ്ട്.
ഇതിനെ കായികമാക്കാൻ വേണ്ടിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഗുരുസ്വാമിയിൽ നിന്നും മാല ധരിച്ചതിന് ശേഷം തേങ്ങയിൽ നെയ്യ് നിറച്ച് ഞാൻ കൊണ്ടുവരികയാണ്. ഇരുമുടിക്കെട്ടിൻ്റെ മുൻഭാഗത്ത് ദേവതയ്ക്കുള്ള കെട്ട്, പുറകുഭാഗത്താണ് എൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കരുതിയിരിക്കുന്ന കെട്ട്. മുമ്പിലുള്ള കെട്ടാണ് ഭഗവാന്റെ കെട്ട്. എപ്പോഴും ഭഗവാന്റെ കെട്ടാണ് മുമ്പിൽ വേണ്ടത്. ഈ തേങ്ങ ഞാൻ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കേണ്ടത്, എൻ്റെ ബോധമണ്ഡലം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണെങ്കിൽ, തേങ്ങയുടെ അകത്തിരിക്കുന്ന നെയ്യ് എൻ്റെ ജീവൻ്റെ, എൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ്. എൻ്റെ പ്രാണൻ, എനിക്കൊരു ജീവനുണ്ട്, അത് സത്താണ്. ഈ സത്ത് പോയി കഴിഞ്ഞാലാണ് ഞാൻ ചത്തുപോയി എന്ന് പറയുന്നത്. എൻ്റെ സത്ത് പോകുമ്പോഴാണ് ചത്തുപോകുന്നത്. ആ ചത്ത് എന്ന് പറയുന്നത് സത്താണ്. ആ ജീവൻ തേങ്ങയിലെ നെയ്യാണ്. തേങ്ങയുടെ വെളുത്ത ഭാഗവും ചിരട്ട ഭാഗവും കൂടിയ ഭാഗമാണ് എൻ്റെ ബോഡി, സ്ഥൂല ശരീരം. നെയ്യ് എൻ്റെ ജീവനാണ്. ഈ ജീവനാകുന്ന നെയ്യ് പരമാത്മാവാകുന്ന അയ്യപ്പക്ഷ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതോടുകൂടി ജീവനാകുന്ന പ്രാണനാകുന്ന ഞാൻ ആ അയ്യപ്പ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് സങ്കല്പം. അതിനുശേഷം ചിരട്ടയും തേങ്ങയും ശവമായി മാറി. ഈ ശവത്തെയാണ് അവിടെ ദഹിപ്പിക്കുന്നത്. അതാണ് ആഴിയിൽ കൊണ്ടുപോയി ഞാൻ സമർപ്പിക്കുന്നത്. അവിടെ ഒരു ആഴി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കെട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ കർപ്പൂരത്തോടുകൂടി അത് കത്തിക്കും. കർപ്പൂരാഴി, അതിലാണ് ഞാൻ തേങ്ങ സമർപ്പിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് ഈ തേങ്ങ ഇങ്ങനെ കത്തിച്ച് കളയുന്നത്? ഈ തേങ്ങ എല്ലാം കൂടി ലേലം വിളിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് എന്തുമാത്രം ലാഭം കിട്ടും? അവിടുത്തെ ആചാരം ആ ലാഭത്തില്ല. എൻ്റെ ശവശരീരം ഞാൻ അവിടെ ദഹിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ മല ചവിട്ടി ഇറങ്ങുന്നത്. ആ ശവശരീരം ദഹിപ്പിക്കുന്നതോടു കൂടിയാണ് ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ, ശബരിമല ദർശനത്തിൻ്റെ പരിസമാപ്തി, തിരശീല വീഴുന്നത് എന്നാണ് സങ്കല്പം. ആ കെട്ടുനിറക്കുന്ന സമയത്ത് തേങ്ങയിൽ നെയ്യൊഴിക്കുന്ന കർമ്മം വളരെ സൂക്ഷ്മമായി ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അയ്യപ്പനായ ഭക്തൻ്റെ ജീവൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ്, ആ ശരീരത്തിൻ്റെ പ്രതീകമാണ് തേങ്ങ. തേങ്ങയുടെ ചുറ്റും അനവധി ദേവതാസങ്കല്പങ്ങളുണ്ട്. അവരെ സ്മരിച്ചതിന് ശേഷം മാത്രമേ നെയ്യ് നിറയ്ക്കുവാൻ പാടുള്ളൂ. തേങ്ങയിൽ വസിക്കുന്ന ദേവതമാർ ആരൊക്കെയാണ്? കെട്ടുനിറയ്ക്കുമ്പോൾ ചെയ്യേണ്ട സങ്കല്പം എന്താണ്? ആ ചോദ്യത്തിന് മറുപടിയാണത്. എന്നിവ മഹാശാസ്ത്ര പൂജകൽപ്പത്തിൽ പ്രത്യേകം പറയുന്നു. പ്രധാനമായും 6 ദേവതാസങ്കല്പങ്ങൾ ഒരു തേങ്ങയിലുണ്ടായിരിക്കും. ഒരു തേങ്ങ എടുത്ത് പിടിക്കുകയാണ്, 3 കണ്ണുകൾ മുകളിലാക്കി പിടിക്കുകയാണെങ്കിൽ കേരമൂലേ സ്ഥിത ബ്രഹ്മ, കേരത്തിൻ്റെ അടിയിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു. കേരമധ്യേതു മാധവ, മധ്യഭാഗത്ത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മാധവന്റെ ചൈതന്യമുണ്ട്. കേരകണ്ഠേ സ്ഥിതശംഭു, ആ 3 കണ്ണുകളുടെ താഴെ കഴുത്ത് ഭാഗത്ത് സാക്ഷാൽ പരമശിവൻ വസിക്കുന്നു. കേരമൂലേ സ്ഥിതാവാണി, ഇനി അവരുടെ സഹധർമ്മിണിമാരും ഇവരുടെ കൂടെയുണ്ട്. കേരാഗ്രേ സർവദേവതാഹ, മുകൾ ഭാഗത്തെ എല്ലാ ദേവതമാരും. അതുപോലെ തന്നെ കേരമൂലേ സ്ഥിതാവാണി, അടിയിൽ ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതിയുണ്ട്. കേരമധ്യേ രമാസ്ഥിത, മാധവന്റെ കൂടെ രമയുണ്ട്. കേരകണ്ഠേ സ്ഥിതാ ഗൗരി, കണ്ഠത്തിൽ ശിവന്റെ കൂടെ ഗൗരിയുണ്ട്. കേരാഗ്രേ സർവദേവതാഹ, ആ അഗ്രഭാഗത്ത് എല്ലാ ദേവതമാരും ഭവിക്കുന്നു. ഇപ്രകാരം ദേവതാസ്മരണം ചെയ്തതിന് ശേഷം കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഞാൻ നെയ്യ് നിറയ്ക്കുന്നു എന്നാണ് സങ്കല്പിക്കേണ്ടത്. അനന്തരം ഈ മന്ത്രം ചൊല്ലണം. ഇത് അനുഷ്ഠാനമാണ്. അനുഷ്ഠാനം എന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നതാണ്. ആചാരം എന്നത് കുലദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കുലാചാരം, ദേശാചാരം. അനുഷ്ഠാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മത്തെ ചെയ്യുന്നതാണ് അനുഷ്ഠാനം. ഇതൊരു അനുഷ്ഠാനമാണ്, ആചാരവുമാണ്. കർമ്മണ മനസാ വാച ശുദ്ധ്യ ഭക്ത്യ ജഗദ്ഗുരോഹോ ഗുപ്തസ്യ ദേവകാര്യാർത്ഥം പൂരയൻ കപിലാകൃതം. കപിലാകൃതം, പശുവിൻ നെയ്യ്, വേറെ ഒരു നെയ്യും ഉപയോഗിക്കാൻ പാടില്ല. എരുമയുടെ നെയ്യോ ആടിൻ്റെ നെയ്യോ ഒന്നും പാടില്ല. കപിലാകൃതം തന്നെയാണ് വേണ്ടത്. പശുവിൻ നെയ്യ്. ഗുപ്തസ്യ ദേവകാര്യാർത്ഥം, ഗുപ്തൻ അയ്യപ്പൻ, ആ അയ്യപ്പൻ്റെ ദേവകാര്യത്തിന് വേണ്ടി, പൂജാകാര്യത്തിന് വേണ്ടി പൂരയൻ, ഞാൻ നെയ്യ് പൂരിപ്പിക്കുന്നു. കർമ്മണ മനസ്സാ വാച, മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ നെയ്യ് ചിലപ്പോൾ വളരെ പഴക്കമുള്ളതായിരിക്കാം, നമുക്കറിയില്ല. അതിൽ ചിലപ്പോൾ നെയ്യ് സിന്തറ്റിക് ആയിരിക്കുന്ന നെയ്യ് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും, അത് നമുക്കറിയില്ല. ഇതൊക്കെ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന സങ്കല്പത്തോടു കൂടിയാണ്
ഞാൻ നെയ് നിറയ്ക്കുന്നത് ഗുരുസ്വാമിയോടുകൂടി. ഗന്ധപുഷ്പാക്ഷതൈർ ഭക്തിയ കുശാഗ്രേ പൂജിതൈരപി ഘൃതം പൂരേതാം ശുദ്ധം കേരേ കേരേ യഥാവിധി. ഓരോ തേങ്ങയിലും യഥാവിധി അനുസരിച്ച് ഞാൻ ഗന്ധപുഷ്പാക്ഷതൈഹി, ഗന്ധം ചന്ദനം പുഷ്പങ്ങൾ സങ്കല്പിച്ച് പൂജിച്ചുകൊണ്ട്, ഈ മന്ത്രങ്ങളൊന്നും അറിയില്ല, ഞാനവിടെ ചെയ്യുന്നത് സ്വാമിയേ ശരണമയ്യപ്പ. ഇതിനുശേഷമാണ് നെയ് നിറയ്ക്കേണ്ടത്. ഈ സങ്കല്പവും ധ്യാനവും ഒരു ഗുരുസ്വാമിക്കും അറിയണമെന്നില്ല. നെയ് നിറയ്ക്കുന്നത് ഒരു ജഡ്ജാണ്. ഗുരുസ്വാമി 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. ഇവർക്ക് 2 പേർക്കും ഈ മന്ത്രം അറിയില്ല. വിഷമിക്കേണ്ട, അതിലും വലിയ മന്ത്രമാണ് സ്വാമി ശരണമയ്യപ്പ. തീവ്രമായിരിക്കുന്ന ഭക്തി ഏറ്റവും ആവശ്യമാണ്. ആ ഭക്തിയോടുകൂടി ശരണം വിളിച്ചുകൊണ്ട് നെയ് നിറയ്ക്കാവുന്നതാണ്. അനുഷ്ഠാനത്തെ യഥാവിധി അറിഞ്ഞുകൊണ്ട് ആചരിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടുന്നു. ഈ തേങ്ങ നിറയ്ക്കുന്ന സമയത്ത് ഇത്രയും അറിവോടുകൂടിയാണ് നമ്മളിത് നിറയ്ക്കുമ്പോഴോ ഒരു ആത്മസംതൃപ്തി നമുക്കുണ്ടായിരിക്കും. ഞാൻ നിറയ്ക്കുന്ന തേങ്ങയുടെ ചുറ്റും ദേവതമാരുണ്ട്. ആ ദേവതമാരാണ്, ആ ഉൾക്കൊള്ളുന്ന തേങ്ങയാണ് ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത്. എനിക്കൊരു ആത്മസംതൃപ്തി കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് അറിയണമെന്നില്ല, ഫലം തുല്യമായിട്ട് കിട്ടിയിരിക്കും. തേങ്ങ ആഴിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം ചൊല്ലുവാനുണ്ട്. ആഴിയെ പ്രദക്ഷിണം വയ്ക്കണം. ഇതിനുശേഷം തേങ്ങ സമർപ്പിക്കേണ്ടത് ആ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്ന നെയ്യ് അവിടെ കൊടുത്തതിന് ശേഷം ആ തേങ്ങ കൊണ്ടുപോയി ആഴിയിൽ ഞാൻ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഒരു മന്ത്രം ചൊല്ലുവാനുണ്ട്. അഗ്നിജിഹ്വാം മഹാജിഹ്വാം സപ്തജിഹ്വാം നമാമ്യഹം. അഗ്നിജിഹ്വയാണ്. ജിഹ്വ എന്ന് പറയുമ്പോൾ ആ മുഖമാണ്. ആഴി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ മുഖമാണ്. ആ മുഖത്തെ ഞാൻ നമസ്കരിക്കുന്നു. അത് മഹാജിഹ്വയാണ്, സപ്തജിഹ്വയാണ്. 7 നാക്കുകളാണ് ഇതിനുള്ളത് ഈ അഗ്നിക്ക്. ശാസ്ത്രദേവമുഖം വന്ദേ. ശാസ്താവായിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തെ ഞാൻ വന്ദിക്കുന്നു. വീതിഹോത്രം പ്രഭാകരം. പ്രഭയെ ചെയ്യുന്ന ആ സൂര്യന് തുല്യമായിരിക്കുന്ന ഈ അഗ്നിയെ ഞാൻ നമസ്കരിക്കുന്നു. ആഴിയിൽ തേങ്ങ സമർപ്പിക്കുന്നതോടുകൂടി അയ്യപ്പനാകുന്ന ഭക്തൻ്റെ ശബരിമല ദർശനം പൂർണ്ണമാകുന്നു. ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിക്കുന്നതെങ്ങനെയാണ്, മാല ഊരുന്നതെങ്ങനെയാണ്, പ്രത്യേക നിയമമുണ്ട്. മാലയിടുമ്പോഴും അഴിക്കുമ്പോഴും പ്രത്യേക മന്ത്രങ്ങൾ പറയേണ്ടതുണ്ട്. മാലയിടുമ്പോൾ 14 പേരുകളുള്ള മുദ്രകൾ സങ്കല്പിച്ചു കൊള്ളണം. മുദ്രാധ്യാനം ചെയ്യണം. ഇത് പൂജാകൽപ്പത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനമുദ്രാം, ശാസ്ത്രമുദ്രാം, ഗുരുമുദ്രാം നമാമ്യഹം, വനമുദ്രാം, ശുദ്ധമുദ്രാം, രുദ്രമുദ്രാം നമാമ്യഹം, ശാന്തമുദ്രാം, സത്യമുദ്രാം, വ്രതമുദ്രാം നമാമ്യഹം, ശബരി ആശ്രമ സത്യേന മുദ്രാപാതു സദാമിമേ. ഈ മുദ്രകൾ എന്നെ രക്ഷിക്കട്ടെ. ഇതാണ് സങ്കല്പം. ഗുരുദക്ഷിണയാപൂർവം തസ്യാനുഗ്രഹകാരിണേ ശരണാഗത മുദ്രാഖ്യം തന്മുദ്രാം ധാരയാമ്യഹം. ഈ സമയത്ത് ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കേണ്ടതുണ്ട്. ഈ സമയത്താണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മുദ്രാമന്ത്രം ആ ഗുരുസ്വാമി ആ ശിഷ്യനായിക്കൊണ്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇന്ന് മുതൽ, മാലയിടുന്നത് മുതൽ ഈ മന്ത്രം നിന്റെ മുദ്രാമന്ത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ശരണം വിളിച്ചുകൊള്ളുക. തന്മുദ്രാം ധാരയാമ്യഹം, ചിന്മുദ്രാം, ഖേജരി മുദ്രാം, ഭദ്രമുദ്രാം നമാമ്യഹം. അയ്യപ്പൻ്റെ കയ്യിൽ ഒരു മുദ്ര പിടിച്ചിട്ടുണ്ട്. ആ മുദ്രയെ ഞാനിപ്പോൾ ഈ കെട്ട് നിറയ്ക്കുന്ന സമയത്ത് ഞാൻ നമിക്കുന്നുണ്ട്. നമസ്തുഭ്യം നമോ നമ. ശബരി ആചലമുദ്രായൈ. ശബരിമല എന്ന് പറയുന്ന ഒരു മുദ്രയാണ്. ആ മുദ്രയെയും ഞാൻ നമസ്കരിക്കുന്നു. ഈ ധ്യാനം ചൊല്ലിയതിനു ശേഷമാണ് ഗുരുസ്വാമിയിൽ നിന്നും ശിഷ്യനായ അയ്യപ്പൻ മാല സ്വീകരിക്കേണ്ടതും ധരിക്കേണ്ടതും. അനന്തരം സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഗുരുസ്വാമി ഉപദേശിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കണം. ഇത് കൂടാതെ 6 സന്ദർഭങ്ങളിൽ ദക്ഷിണ കൊടുക്കുവാനുണ്ട്. ഗുരുസ്വാമിയോടുകൂടി ഈ അയ്യപ്പൻ മല ചവിട്ട് ദർശനത്തിന് മുമ്പ് 6 സ്ഥലങ്ങളിൽ ദക്ഷിണ കൊടുക്കുവാൻ പ്രത്യേകം പറയുന്നുണ്ട്. മൊത്തം 7 സ്ഥലത്താണ്. വനയാത്ര തുടങ്ങുന്ന സമയത്തൊരു ദക്ഷിണയുണ്ട്. എരുമയിലയിൽ പേട്ട തൊഴുന്ന സമയത്തൊരു ദക്ഷിണയുണ്ട്. അഴുതയിൽ കല്ലുവാങ്ങുമ്പോൾ, പമ്പയിൽ കെട്ടുതാങ്ങുമ്പോൾ, വടി വിട്ടിറങ്ങി കെട്ടുതാങ്ങുമ്പോൾ, സ്വഗൃഹത്തിൽ എത്തി മാല ഊരുമ്പോൾ 7 സ്ഥലത്തും ദക്ഷിണ പ്രാധാന്യമുണ്ട്. ദക്ഷിണാ സങ്കല്പം ചെയ്യാതിരിക്കരുത്. ദക്ഷിണ എന്ന് പറയുന്നത് ഒരു 1 രൂപ കോയിനായിരുന്നു. 100 നോട്ട് 7 സ്ഥലത്തും കൊടുക്കണമെന്നില്ല. ഒരു ദക്ഷിണ വീട്ടിലടക്ക ദക്ഷിണ. സങ്കല്പത്തിനാണ് പ്രാധാന്യം, ധനത്തിനല്ല. അതുപോലെ തന്നെ ഗുരുസ്വാമി ധനം ആഗ്രഹിച്ചതുകൊണ്ട് ആ ദക്ഷിണ മേടിക്കരുത്. ഇത് ചെറിയ തുകയാണല്ലോ എന്നുള്ള ചിന്ത ഗുരുസ്വാമിക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. മാല ഊരുന്ന മന്ത്രത്തിന് വ്രതമോചന സങ്കല്പം പറയുന്നുണ്ട്. അപൂർവം അജലാരോഹ ദിവ്യദർശന കാരണ
ശാസ്ത്രമുദ്രാത്മകാദേവ ദേഹിമേ വ്രതമോചനം. വ്രതമോചനം ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഈ മാല ഊരുന്നതോടുകൂടി ഞാൻ വ്രതത്തെ മോചിപ്പിക്കുകയാണ് എന്ന് ജപിച്ച് നാളികേരമുടച്ച് വ്രതമോചനം ചെയ്യണമെന്നാണ് വിധി. മാല എന്ന മുദ്ര ധരിക്കുന്നവൻ അന്നു മുതൽ സംശുദ്ധനാകുന്നു. അഷ്ടരാഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും അന്നു മുതൽ അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങളാൽ അവൻ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് പ്രത്യേകത. ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിച്ചു. ഒരു ഭക്തൻ ഡൽഹിയിലാണ് മാല ഗുരുസ്വാമിയിൽ നിന്ന് സ്വീകരിച്ചത്. ഒരാൾ തമിഴ്നാടാണ്, ഒരാൾ ആന്ധ്രാപ്രദേശിലാണ്, ഒരാൾ പാലക്കാടാണ്, ഒരാൾ തിരുവനന്തപുരത്താണ്. ഇത്രയും ഭക്തന്മാർ ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിച്ചു. ശരണം വിളി എന്ന മുദ്രം ഗുരുസ്വാമിയിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ ഈ എല്ലാ അയ്യപ്പന്മാരെയും സംരക്ഷിച്ചു കൊള്ളണം. ഇതാണ് നിയമം. സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. 41 ദിവസത്തെ വ്രതം വേണം. വേറൊരു പ്രത്യേകതയാണത്. ഭൂതവൃന്ദങ്ങളാൽ അവൻ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പൂജാകൽപ്പത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. മുദ്ര ധരിക്കുന്ന മാത്രയിൽ തന്നെ ശരീരത്തിലുള്ള മലിനോർജമില്ലാതെയാകാൻ തുടങ്ങുന്നു. നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുണ്ട്. ആൻറ്റി ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയും. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമായി വരുന്ന നെഗറ്റീവ് എനർജിയാണ് മാല ധരിക്കുന്നതോടുകൂടി എർത്ത് ചെയ്ത് പോകുന്നു. പൂജാമുറിയിൽ കയറി ലളിതാസഹസ്രനാമം പാരായണം ചെയ്യുവാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരുന്നു, കോട്ടുവായി വരുന്നു. ലളിതാസഹസ്രനാമം തീരാറായോ എന്നാണ് എനിക്ക് ആ പേജ് നോക്കാൻ തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കോട്ടുവായി വരുന്നതും ഉറക്കം വരുന്നതും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലമായി ഈ ജന്മത്തിൽ നമ്മളെ ആക്രമിക്കുന്ന നെഗറ്റീവ് എനർജിയാണത്. ആ മലിന ഊർജമാണ്. മാല ധരിച്ച് ശരണം വിളി തുടങ്ങുന്നതോടുകൂടി ഈ മലിനോർജം സാവധാനം എർത്ത് ചെയ്ത് പോകുവാൻ തുടങ്ങുന്നു. അതിന് സംരക്ഷകരായി അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ ഡൽഹിയിലുള്ളവനെയും ആന്ധ്രാപ്രദേശിലുള്ളവനെയും പാലക്കാടുകാരനെയും കോഴിക്കാട്ടുകാരനെയും സംരക്ഷിച്ചു കൊള്ളണം. അത് സംരക്ഷിച്ചു കൊള്ളും. ഇതാണ് ഇതിൻ്റെ സങ്കല്പം. ശരണംവിളിയുടെ പ്രാധാന്യം എന്താണ്? സ്വാമിയെ ശരണമയ്യപ്പ എന്നതാണ് മന്ത്രം. ശരണം വിളി തുടങ്ങേണ്ടത് സ്വാമിയെ ശരണമയ്യപ്പ എന്നും അവസാനിപ്പിക്കേണ്ടത് ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ. ശരണം വിളിക്കൊരു അവസാനമുണ്ട്. ഇതോടുകൂടി എനിക്കിനി വേറെ ചില കാര്യങ്ങൾ ചെയ്യാണ്ട്, എനിക്ക് ചായ കുടിക്കണം, ഭക്ഷണം കഴിക്കണം, ഈ ശരണം വിളിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണിത് അവസാനിപ്പിക്കേണ്ടത്? അതാണ് ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ. പിന്നെ ശരണം വിളിക്കേണ്ട. മനുഷ്യ ശ്വാസം 12 അങ്കുലമാണെന്ന് മനസ്സിലാക്കുക. ജ്യോതിശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. 9 അങ്കുലം നീളത്തിൽ ശരണം വിളിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണത്? സ്വാമിയേ ഇങ്ങനെ നീട്ടി വിളിക്കുകയാണ് വേണ്ടത്. സ്വാമിയേ ശരണമയ്യപ്പ ഇങ്ങനെ പറഞ്ഞാൽ പോരാ എന്നതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഏയ് എന്ന് പറയുന്ന സമയത്താണ് കുണ്ടലിനി ശക്തി ഉണരുന്നത്. മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന പാമ്പ് തല താത്തി കിടക്കുകയാണ്. അതൊന്ന് മുകളിലേക്ക് ഉയർന്ന് മുകളിലേക്ക് പോകണം. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദക്കൂത്ത് കണ്ട ആടുപാമ്പേ. ഈ പാമ്പിനെ ഉണർത്തുക എന്നതാണ് ഈ ശരണം വിളിയിൽ കൂടി രഹസ്യമായി സംഭവിക്കുന്നത്. ഇത് പരസ്യമല്ല. ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയേ എന്ന് പറഞ്ഞ് നിർത്തിയ സമയത്തും ആ കുണ്ടലിനി പ്രസരണം സംഭവിച്ചു കഴിഞ്ഞു. ഒരു പെർസെൻറ്റേജ് അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം വീണ്ടും തുടങ്ങുന്നു. അങ്ങനെ ആ പെർസെൻറ്റേജ് കൂടി 100% ആക്കി മാറ്റുകയാണ് 18ാം പടി ചവിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ കാലം. ഉറക്കെ ശരണം വിളിക്കുമ്പോൾ കാമക്രോധാദി അന്ധപിശാചുകളും ഭൂതപ്രദാദി ബഹിപിശാചുകളും അവരുടെ രോഗങ്ങളും ശത്രുക്കളും വിഘ്നങ്ങളും മാറുന്നു. സ്വാമിയേ ശരണം ഇങ്ങനെ പതുക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഉറക്കെ വിളിക്കുന്നതോടുകൂടി ആ മലിനമായിരിക്കുന്ന ഊർജത്തെ നമുക്ക് കളയാൻ സാധ്യമാകുന്നു. ഭൂതപ്രദാദി ബഹിപിശാചുകളുണ്ട്. നമ്മളെ ആക്രമിക്കുന്ന, കണ്ണുകൊണ്ട് കാണാൻ പറ്റാതിരിക്കുന്ന അമാനുഷിക ഉപസർഗങ്ങൾ എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇത് നെഗറ്റിവിറ്റിയാണ്. അപസ്മാരഗ്രഹങ്ങൾ, സ്കന്ധഗ്രഹങ്ങൾ ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിവരുടെ അറ്റാക്ക് നമ്മളെ ബാധിക്കും. ഈ ശരണവിളിയിൽ കൂടി ഇവർക്ക് നമ്മളെ തൊടാൻ സാധ്യമല്ല. രോഗങ്ങൾ ഉണ്ടാവുകയില്ല. വാതപിത്ത കഫങ്ങൾ ദുഷിച്ചുകൊണ്ടുള്ള രോഗങ്ങൾ ഈ ശരണം വിളിക്കുന്നവനുണ്ടാവുകയില്ല. വിഘ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇതെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അവർ അരോഗദൃഢഗാത്രരായി തേജസ്സുകളായി മാറുന്നു. ശരിയായ വ്രതവും സ്വാമിഭക്തിയും മാത്രമാണ് വനയാത്രയിൽ ജീവരക്ഷയ്ക്കുള്ള കവചങ്ങൾ എന്ന് മനസ്സിലാക്കുക. വനയാത്രയിൽ കർണം ധരിച്ചിരിക്കുന്ന പോലെ ഒരു കുണ്ടലങ്ങളോ കവചങ്ങളോ ഒന്നും ഈ സാധാരണക്കാരനായ ഭക്തനില്ല.
അവൻ്റെ രക്ഷ എന്താണ്? ശരണം വിളിയും വ്രതാനുഷ്ഠാനവുമാണ്. അവരെങ്ങനെയാണ്? സ്വാമി ഭക്തി. ഞാനും അയ്യപ്പനും ഒന്ന് തന്നെയാണ്, എന്നെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയില്ല, ഈ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഒട്ടും പേടിയില്ലാതെയാണ് ഞാൻ പോകുന്നത്. ഇനി എൻ്റെ മുമ്പിൽ ഒരു പുലി വന്ന് നിന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കൂടെ 3-4 പേരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് സ്വാമിയേ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കാൻ സാധ്യമല്ല. ഒരു എനർജി പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ. ആ എനർജിയെ കൊണ്ട് അവർക്ക് അവിടെ മാറി പോകേണ്ടി വരുന്നു. ഇതാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന രഹസ്യം. ഇത് അയ്യപ്പന്മാർക്കിത് മനസ്സിലാക്കാൻ സാധ്യമല്ല. അയ്യപ്പന്മാരിത് മനസ്സിലാക്കണമെന്നില്ല. ലക്ഷ്യം ജീവാത്മ പരമാത്മ ഐക്യമാണ്. ഒരു ഭക്തൻ ശരണം വിളിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ പ്രാണായാമം ചെയ്ത് സംഭവിക്കുന്നു. പൂരകം, കുംഭകം, രേചകം ഇത് സംഭവിക്കുന്നുണ്ട്. അതവൻ അറിയുന്നില്ല. അതുവഴി നാഡികൾ ശുദ്ധീകരിക്കുന്നു. ആചാര്യസ്വാമികൾ യോഗധാരാവലി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, സരേജപൂരൈർ അനിലസ്യ കുംഭൈഹി സർവാസു നാഡീഷു വിശോധിതാസു അനാഹദാഖ്യോ ബഹുവിപ്രകാരൈഹി അന്തപ്രവർത്തേത സദാ നിനാദഃ. രേചകം, പൂരകം, കുംഭകങ്ങളെ കൊണ്ട് 70,000 നാഡികൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. ആ 70,000 നാഡികളുടെ ശുദ്ധീകരണമാണ് പ്രാണായാമത്തിൽ സംഭവിക്കുന്നത്. ശരണം വിളിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ പ്രാണായാമം ചെയ്യുന്നു. അങ്ങനെയാണത് സംഭവിക്കുന്നത്. ഇനി ഓങ്കാരം ജപിച്ചു കഴിഞ്ഞാലും ഇത് സംഭവിക്കും. ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ചില നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങൾ, ഇതുകൊണ്ടെല്ലാം ഈ ഒരു നാഡികൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാലും ഈ നാഡി ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട്. അത് ഏതൊക്കെ അക്ഷരങ്ങളാണ്? ശരണം എന്ന ആ പദത്തിലെ 3 അക്ഷരങ്ങളാണ്. ഇതിൻ്റെ രഹസ്യം കൊടുക്കുന്നത് ശരണം എന്ന പദത്തിലാണ്. ആവർത്തിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാലും കുണ്ടലിനി ശക്തിയുടെ ഊർധ്വഗമനം സംഭവിക്കുന്നു. മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഓരോ ആധാര ചക്രത്തിലും വിശ്രമിച്ച് ആജ്ഞാചക്രത്തിലേക്ക് പ്രവേശിച്ച് സഹസ്രാര പത്മത്തിലെത്തിയതിനു ശേഷം ആ കുണ്ടലിനി ശക്തി വീണ്ടും മൂലാധാര ചക്രത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇതാണ് യോഗിമാർ അനുഭവിക്കുന്നത്. ഇത് ഈ അയ്യപ്പന് അനുഭവിക്കാൻ പറ്റും. പല പ്രാവശ്യം ശരണമയ്യപ്പ എന്ന് പറയുന്ന സമയത്ത് ശരണം എന്ന പദം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ആ ആവർത്തനത്തിലാണ് അവൻ സ്വയം അറിയാതെയുള്ള അവൻ്റെ കുണ്ടലിനി ശക്തിയുടെ ഉദ്ധരണം സംഭവിക്കുന്നത്. ഈ ശരണ ഈ അക്ഷരത്തിൻ്റെ മഹത്വം പരമശിവൻ പാർവതിയോട് പറയുന്നുണ്ട്. കാമധേനു തന്ത്രം എന്ന് പറയുന്ന ഒരു തന്ത്രഗ്രന്ഥമുണ്ട്. അത് തന്ത്രഗ്രന്ഥങ്ങൾ മുഴുവനും ശിവന്റെയും പാർവതിയുടെയും സംവാദ രൂപത്തിലായിരുന്നു. ഇതിനെയാണ് ആഗമം, നിഗമം എന്ന് പറയുന്നത്. ആഗമം എന്ന് പറയുന്ന 3 അക്ഷരത്തിന് ആ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ആഗതം ശിവഭക്തരേഭ്യ, ശിവന്റെ 5 മുഖങ്ങളിൽ നിന്നും ആഗമിച്ചതാണ് ആ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം. ഗ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ഗതം തു ഗിരിജാനനെ, ഗിരിജയുടെ ആനനത്തിലേക്ക് ഗമിച്ചതാണ് ഗ എന്ന അക്ഷരം കൊണ്ട് അർത്ഥം കൽപ്പിക്കുന്നത്. മതം തു വാസുദേവസ്യ, തന്ത്രശാസ്ത്ര തത്വങ്ങൾ മുഴുവനും വാസുദേവൻ വിഷ്ണു ഭഗവാൻ സമ്മതിച്ച് അംഗീകരിച്ച വിഷ്ണു ഭഗവാന്റെ മതം 5 മുഖങ്ങളിൽ കൂടി പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതിനാണ് ആഗമം എന്ന് പറയുന്നത്. ആഗതം ശിവഭക്തരിഭ്യ ഗതം തു ഗിരിജാനനെ മതം തു വാസുദേവസ്യ ആഗമ പരികൽപ്യതേ. പാർവതി ഒട്ടും മോശക്കാരിയല്ല. കുറെ കാര്യങ്ങൾ പാർവതിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിർഗതം ഗിരിജാവക്ത്രാത്, ഗിരിജയുടെ വക്ത്രത്തിൽ നിന്നും നിർഗമിച്ചത്. ഗതം തു ഗിരിശ്രുതൗ, ഗിരിശന്റെ ശ്രുതിയിലേക്ക് പോയി. മതം തു വാസുദേവസ്യ നിഗമ പരികൽപ്യതേ, ഇതിനെയാണ് നിഗമം എന്ന് പറയുന്നത്. നിഗമാഗമ മൂലാഹി ഭാരതീയാഹി സംസ്കൃതി, ഭാരതത്തിൻ്റെ സംസ്കാരം മുഴുവനും നിഗമാഗമ ശാസ്ത്രങ്ങളിൽ അന്തർലീനമായി കിടക്കുന്നു. ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു കൊടുത്തതാണ് കാമധേനു തന്ത്രം, വീരാവലി തന്ത്രം, വർണ്ണോദ്ധാര തന്ത്രം, ഊർധ്വാമനായ തന്ത്രം. 21ഓളം തന്ത്രങ്ങളാണ് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിൽ കാമധേനു തന്ത്രത്തിലാണ് ഈ ശരണ എന്ന 3 അക്ഷരങ്ങളുടെ മഹത്വം പാർവതിക്ക് ശിവൻ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ പറയുന്നു, ഈ 3 അക്ഷരങ്ങളുടെയും സ്വരൂപം എന്താണ് എന്ന് പറയുന്നുണ്ട്. ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു ഉച്ചരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ശിവൻ പറഞ്ഞു കൊടുത്തത്. ഷ ണ എന്നീ 2 അക്ഷരങ്ങൾ
ശരണം എന്ന പദത്തിലെ ശ ണ എന്നീ രണ്ടക്ഷരങ്ങൾ മൂലാധാരം മുതൽ വിശുദ്ധി വരെയുള്ള 5 ദേവതമാരെയും 5 പ്രാണന്മാരെയും ഏകീകരിപ്പിച്ച് സത്വരജസ് തമോ ഗുണത്തോടു കൂടിയ പ്രകൃതിയെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളിൽ ലയിപ്പിച്ച് ഭക്തനെ പരമപദത്തിലെത്തിക്കുവാൻ ശക്തിയുള്ളവനാക്കി തീർക്കുന്നു.